റെക്കോർഡ് ചെയ്യുന്നത് നമസ്കാരം. എല്ലാവരും നമുക്ക് ഓഫ് ചെയ്യണം. ചിലരുടെ ഓഡിയോയിൽ കൂടി അവരുടെ വീട്ടിലെ സംഭാഷണങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. നമസ്കാരം. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ ഭജഗോവിന്ദം എന്ന് പറയുന്ന ടെക്സ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് മുമ്പോട്ട് പോകുന്നത്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ മനനത്തിലേക്ക് പ്രവേശിക്കാം. ഒരു 5 വർഷം മുമ്പാണ് അത് സംഭവിച്ചത്. അത് 5 വർഷം മുമ്പുള്ള പ്രത്യേകത എന്താണ്? ഒന്ന് ഓർത്തെടുത്ത് നോക്കൂ. നമ്മളിപ്പോൾ ഇരിക്കുന്നത് 2026-ലാണ്. 6 വർഷം മുമ്പ്. 6 വർഷം മുമ്പുള്ള ഈ ലോകം മുഴുവൻ ഒറ്റ ഒരു ലോകമായി നമ്മൾ ചുരുങ്ങിയ ഒരു സമയമുണ്ടായിരുന്നു, അല്ലേ? ഈ മുഴുവൻ ലോകവും ഒരു കൊച്ചു ഗോളമായിട്ട് ചുരുങ്ങിപ്പോയി. നാമെല്ലാം വളരെ അടുത്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു കാലം 6 വർഷം മുമ്പ്, 2020 അല്ലേ? 2020 ഞാൻ ഇപ്പോഴും ജോലി ചെയ്യുന്നത് ഒറ്റപ്പാലം താലൂക്കിലാണ്. അന്നും ഒറ്റപ്പാലം താലൂക്കിനുള്ളിൽ തന്നെയായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 6 വർഷം മുമ്പ് ഒരു ദിവസം ജോലി കഴിഞ്ഞ് ഞാൻ ചെയ്യുന്നത്, ആദ്യം പട്ടാമ്പി ബസ് സ്റ്റാൻഡിലെത്തും, അവിടെ നിന്ന് കുന്നംകുളത്തെത്തും, കുന്നംകുളത്ത് നിന്ന് തൃശ്ശൂരെത്തും. ഇങ്ങനെയായിരുന്നു എൻ്റെ യാത്ര ബസ്സിൽ. അപ്പോൾ മിക്കവാറും വീട്ടിലെത്തുമ്പോൾ 7-7:30 സന്ധ്യയാവും, ത്രിസന്ധ്യയാവും. അങ്ങനെ ഒരു യാത്രയാ മധ്യേ കുന്നംകുളത്തുനിന്ന് തൃശ്ശൂരേക്കുള്ള എൻ്റെ യാത്ര. ഇരുട്ടാണ്, സന്ധ്യയാണ്, ഇരുട്ടാണ്. ആ സമയത്ത് ബസ്സിൽ ആളുകൾ നിറയെ ഉണ്ടായിരുന്നു. ക്രമേണ ഓരോരുത്തരും ഓരോ സ്റ്റോപ്പിലായി ഇറങ്ങിക്കൊണ്ടിരുന്നു. തൃശ്ശൂർ എത്താറായപ്പോൾ 1-2 പേർ മാത്രം അവശേഷിച്ചു. ചുറ്റും ഇരുട്ടായിരുന്നു. ആ ബസ്സിൽ മാത്രം കുറച്ച് പ്രകാശം ഇങ്ങനെ നിന്നിരുന്നു. അപ്പോൾ ഞാൻ ആ ബസ്സിൽ ഇങ്ങനെ പലതും എഴുതി വെക്കുമല്ലോ. ആ ഡ്രൈവർ ഇരിക്കുന്നതിൻ്റെ പുറകിലത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതി വെക്കാം. ഒരു ഡിസ്പ്ലേ ബോർഡാണത്. അപ്പോൾ യാദൃശ്ചികമായിട്ട് എൻ്റെ കണ്ണ് അതിലുടക്കി. അതിലെഴുതി വെച്ചിരുന്നത് മറ്റൊന്നുമല്ല, ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകാർത്ഥമായിരുന്നു. എന്നുവെച്ചാൽ അതിൻ്റെ ശ്ലോകം പോലുമില്ല, അതിൻ്റെ പകുതി. പക്ഷേ ഞാൻ ഇന്നലത്തെ പോലെ എനിക്കത് മറക്കാനാകാത്ത ഒരു ദൃശ്യമായിട്ട് മനസ്സിൽ നിൽക്കുകയാണ്. അതെൻ്റെ ഹൃദയത്തിലൊരു ചാട്ടുള്ളി പോലെ തുളഞ്ഞു കയറി. ഇമം പ്രാപ്യ ഭജസ്വമ, ഇതായിരുന്നു ആ വാചകം. ഇമം പ്രാപ്യ ഭജസ്വമ. ഇപ്രകാരം ഇവിടെ എത്തിയതിനു ശേഷം നീ എന്നെ മാത്രം ഭജിക്കൂ എന്നുള്ള കൃഷ്ണൻ അർജുനന് നൽകുന്ന ഒരു നിർദ്ദേശമായിരുന്നു അത്. ആ വാചകം പ്രശ്നമല്ല, പക്ഷെ അതിന് തൊട്ടു മുമ്പിലത്തെ വാചകം അത് നമ്മളിൽ നടുക്കമുണ്ടാക്കുന്ന ഒരു വാചകമാണ്. പോരെങ്കിൽ അതിൽ ത്രിസന്ധ്യാ നേരവും. എനിക്ക് പെട്ടെന്ന് അതിൻ്റെ തൊട്ടു മുമ്പിലത്തെ ശ്ലോകത്തിൻ്റെ തൊട്ടു മുമ്പുള്ള ഭാഗം ഓർമ്മ വന്നു. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമ. ഈ ലോകം അനിത്യമാണ്, ഈ ലോകം ദുഃഖാകുലമാണ്. അതുകൊണ്ട് ഇവിടെ എത്തിയത് കൊണ്ട് എന്തായാലും ഇവിടെ എത്തി. ഈ ലോകം അനിത്യമാണ്, ഈ ലോകം ദുഃഖാകുലമാണ്, എന്നെ ഭജിക്കൂ എന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, നമ്മൾ ഇതിനു മുമ്പ് എത്രയോ തവണ കണ്ടിട്ടുള്ള ഒരു വാചകമാണത്, ഗീതാ വചനമാണത്. പക്ഷെ അന്നത്തെ ആ കാഴ്ച മനസ്സിൽ നിന്ന് മാഞ്ഞു പോയില്ല. അതൊരു മുള്ളുപോലെ അത് മനസ്സിൽ ഉടക്കി നിന്നു. കൃത്യം അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും. ആരും പ്രതീക്ഷിക്കാതിരുന്ന ഒന്ന് ലോകത്ത് സംഭവിച്ചു. ലോകത്തെല്ലായിടത്തും അത് സംഭവിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ, അതായത് 2020 മാർച്ച് 19-നാണെന്ന് തോന്നുന്നു ആ ഡേറ്റ്, നമ്മൾ ലോക്ക്ഡൗണിലേക്ക് പോയി. ആർക്കും പുറത്തിറങ്ങാനാവാത്ത അവസ്ഥ. ഭീതി വിതച്ചുകൊണ്ട് വൈറസ് എങ്ങും പടർന്നു പിടിക്കുന്ന അവസ്ഥ. ആളുകൾ മരിച്ചു വീഴുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ നമുക്കതിനെ മനസ്സിലാകുന്നില്ല. പക്ഷേ അന്നത്തെ അവസ്ഥ ഭീതിതമായിരുന്നു. ഒരുപാട് പേര് മരിച്ചുപോയി. പൾമണറി ഇഷ്യൂസ് വന്ന് ധാരാളം മനുഷ്യർ, പ്രത്യേകിച്ചും പ്രായമുള്ളവരും രോഗികളും പ്രതിരോധശേഷി കുറഞ്ഞവരും, അങ്ങനെ ലോകത്തെല്ലായിടത്തും ഈയാമ്പാറ്റകൾ കണക്കെ മനുഷ്യർ മരിച്ചു വീണുകൊണ്ടേയിരുന്നു. അപ്പോഴൊക്കെ ഈ ഇമം പ്രാപ്യ ഭജസ്വമാം എന്നുള്ളത് എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. എനിക്ക് അതായത്
അന്ന് ഞാൻ വായിച്ച, അന്ന് എന്നെ അസ്വസ്ഥപ്പെടുത്തിയ ആ ത്രിസന്ധിയിൽ ഞാൻ കണ്ട ആ ശ്ലോകത്തിൻ്റെ നാടകീയമായ ആവിഷ്കാരമായിരുന്നു പിന്നീട് അങ്ങോട്ട് ഒരു 1.5-2 വർഷത്തോളം ഈ ലോകത്ത് മുഴുവൻ നടമാടിയത്. ഇതിങ്ങനെയൊക്കെ അർത്ഥമുണ്ടെന്നല്ല, പക്ഷേ നമ്മൾ ഇതിൻ്റെ ഇങ്ങനെ ഒരു അർത്ഥതലം കണ്ടെത്തുന്നത് മാത്രമല്ല, അത് വൈകാരികമായി അനുഭവിക്കുകയായിരുന്നു. ഞാനും ലക്ഷ്മിയൊക്കെ അത് വീട്ടിൽ വന്ന് ഞാൻ ലക്ഷ്മിയോട് അത് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിവിടെ പറയാൻ കാരണം, ആ ഒരു ഗീതാ വചനത്തിൻ്റെ മനോഹരമായിട്ടുള്ള മറ്റൊരു ആവിഷ്കാരമാണ് ഭജഗോവിന്ദം. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം എന്ന് ഭഗവാൻ പറഞ്ഞ വാചകം തന്നെയാണ് ഈ ഒരു ഭജഗോവിന്ദം എന്ന് പറയുന്ന ടെക്സ്റ്റിൻ്റെ തന്നെ ഒരു ആധാരം എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അതേ ആശയമാണ് ആദ്യം 12 ശ്ലോകങ്ങളായും പിന്നീട് അത് 33 ശ്ലോകങ്ങളായും ഇതിൽ വിരിയുമ്പോൾ ഈ ഒരൊറ്റ ചിന്തയിലാണ് അത് വേരൂന്നി നിൽക്കുന്നത്. അതിൻ്റെ നാരായ വേരെന്ന് പറയുന്നത് ഈ ഭഗവത്ഗീതാ ദർശനമാണ്. ഈ ലോകം അനിത്യമാണ്, ഈ ലോകം അസുഖകരമാണ്. ഗ്രന്ഥത്തിന് മറ്റൊരു പേരുണ്ട്, ഭജഗോവിന്ദം എന്നുള്ളത് വാസ്തവത്തിൽ ഇതിൻ്റെ ശരിക്കുള്ള പേരല്ല. ഇതിൽ ആവർത്തിച്ച് വരുന്ന ഒരു ഫ്രേസാണത്. ശരിക്കുള്ള പേര് മോഹമുദ്ഗരം എന്നുള്ളതാണ്. മോഹമുദ്ഗരം എന്ന് പറയുമ്പോൾ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള വ്യാമോഹങ്ങൾക്ക് മുകളിൽ, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾക്ക് മുകളിൽ വന്നു പതിക്കുന്ന ഒരു ഹാമർ സ്ട്രൈക്കാണിത്. ഒരു ഇരുമ്പ് കൂടം കൊണ്ടുള്ള കനത്ത പ്രഹരമാണ് ഇതിലെ ഓരോ ശ്ലോകങ്ങളും. അത് ശരിക്കൊന്ന് ആലോചിച്ച് നോക്കൂ. ഹാമർ കൊണ്ട് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മൾ വീണു പോവുകയാണ്, വേദന കൊണ്ട് പുളയും, നമ്മൾ വീണു പോകും. ആ പ്രഹരം നമുക്ക് താങ്ങാൻ സാധിക്കില്ല. ഇല്ലെങ്കിൽ പിന്നെ അതിന് അങ്ങനൊരു പേരിൻ്റെ അർത്ഥം തന്നെ നഷ്ടമാകും. ഇതിലെ ശ്ലോകങ്ങൾ ഏറ്റുവാങ്ങി നമ്മൾ നീറണം. ഇതിലെ ശ്ലോകങ്ങളുടെ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങി നമ്മളുടെ നെഞ്ചിൽ ചോര കിനിയണം, നമ്മൾ പിടയ്ക്കണം. അതിനുവേണ്ടി മാത്രം, നമ്മളെ സാന്ത്വനിപ്പിക്കാനല്ല ഈ ഗ്രന്ഥം, നമ്മളെ സന്തോഷിപ്പിക്കാനല്ല, നമ്മളെ താലോലിക്കാനല്ല. ലൈഫ് ഈസ് ക്രൂവൽ ഓൺലി ടു ബി കൈൻഡ്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയത്. ജീവിതം അങ്ങേയറ്റം നിർദ്ദയമാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ആത്യന്തികമായ നന്മയെ കരുതി ജീവിതം അങ്ങേയറ്റം നിർദ്ദയമായിരിക്കുന്നു. അങ്ങനെയുള്ള ആ ജീവിതം അങ്ങനെ ആയതുകൊണ്ടാണ് ഭജഗോവിന്ദം എന്ന് പറയുന്ന ടെക്സ്റ്റ്, അല്ലെങ്കിൽ മോഹമുദ്ഗരം എന്ന് പറയുന്ന ടെക്സ്റ്റ് ഇങ്ങനെ ആയത്. ഈ പുസ്തകം എനിക്ക് പ്രിയപ്പെട്ടതാവാനുള്ള ഒരു കാരണം, അത് കാശിയിൽ വെച്ച് വിരചിതമായി. കാശി എൻ്റെ പ്രിയപ്പെട്ട നഗരമാണ്, അതൊരു കാരണം. രണ്ടാമത്തേത്, ഇവിടെ ആചാര്യസ്വാമികളെ നമ്മൾ തികച്ചും വ്യത്യസ്തമായ ഒരു മാനസികാവസ്ഥയിലാണ് കാണുന്നത്. ഹീസ് ഇൻ എ ഡിഫറെൻറ്റ് മൂഡ് ഹിയർ. ആചാര്യസ്വാമികളുടെ ജീവിത ഉദ്ദേശത്തിൽ പെടുന്നതല്ല ഇത്. ഓരോ അവതാരങ്ങൾക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ആചാര്യസ്വാമികൾക്കും അതുണ്ട്. അദ്ദേഹം തൻ്റെ ജീവിത ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കറിയാം. പ്രസ്ഥാനത്രയങ്ങൾക്ക് ഭാഷ്യം രചിക്കുകയും ഷൺമതസ്ഥാപനം ചെയ്യുകയും മണ്ഡനത്തിലൂടെ അദ്വൈത വേദാന്തത്തെ സ്ഥാപിക്കുകയും ഒക്കെ ആയിരുന്നു അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഉടനീളം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ടുവേഴ്സ് ദ എൻഡ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് കേദാർനാഥിലേക്ക് നടന്ന് മഞ്ഞിനുള്ളിൽ മറയുന്നതിന് തൊട്ടു മുമ്പുള്ള വർഷങ്ങളിൽ തൻ്റെ നിയോഗങ്ങൾ പൂർത്തിയായി എന്ന് തിരിച്ചറിഞ്ഞ, നിയോഗങ്ങളുടെ വലിയ ആ ഭാരം എടുത്തു മാറ്റിയ, അങ്ങേയറ്റം ലാഘവത്തോടുകൂടി നടന്നു പോകുന്ന ഒരവസ്ഥയിൽ, മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലായിരിക്കണം. ഇതൊക്കെ ഞാൻ അങ്ങനെ നിരൂപിക്കുകയാണ്. ആയിരിക്കണം ഇത്തരമൊരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ജീവിത ചിന്ത. അദ്വൈത വേദാന്തത്തിൽ ദൃഢമായി അടിയുറച്ച് നിന്നുകൊണ്ടുള്ള സ്വതന്ത്രമായൊരു കാഴ്ചയാണിത്. ക്ലിഷ്ടമായ ഒരാശയവും ഇവിടെ ഇല്ല. വേദാന്തത്തിൽ നിന്ന് ദുർഗ്രാഹ്യമായിട്ടുള്ള ഒരു ആശയവും ഇവിടെ കാണാൻ സാധിക്കുകയില്ല. പകരം ജീവിതത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്.
നമ്മൾ കാണുന്ന ദൈനംദിന ജീവിതത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എടുത്തു വെച്ചിട്ട് അത് എപ്രകാരമാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് നമ്മളെ ശകാരിച്ചുകൊണ്ട് പറയുകയാണ് ഈശ്വരനെ ഭജിക്കുക. ഷേക്സ്പിയറിൻ്റെ ഈ വാചകമാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. ഐ ആം ക്രൂവൽ ഓൺലി ടു ബി കൈൻഡ്. ഞാൻ ക്രൂരനാണ്, പക്ഷെ അത് നിന്റെ നന്മയെ കരുതി മാത്രമാണ്. ഇത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്, പക്ഷേ അതങ്ങനെയാണ്. ലൈഫ് ഈസ് ക്രൂവൽ ഓൺലി ടു ബി കൈൻഡ്. അതല്ലെങ്കിൽ പിന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു അർത്ഥമില്ല. ഇത് ക്രൂവൽ മാത്രമാണെങ്കിൽ ഒരു അർത്ഥമില്ല. ഏതായാലും നമുക്ക് ഈ ഗ്രന്ഥത്തിലേക്ക് കടക്കാം, ഇതിൻ്റെ മനനത്തിലേക്ക് കടക്കാം. ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ എന്താണ്? ആചാര്യസ്വാമികൾ പറയാണ്, ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതി. ഇതിൻ്റെ പശ്ചാത്തലം അറിയാലോ, ആ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കാശിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ഒരിടത്ത് വാർദ്ധക്യത്തിലെത്തിയ ഒരു മനുഷ്യൻ, ജീവിതത്തിൽ ഇനി ഏതാനും നാളുകൾ മാത്രം അവശേഷിക്കുന്നു എന്ന് വിളിച്ചോതുന്ന ഒരു മനുഷ്യൻ സംസ്കൃതത്തിൻ്റെ വ്യാകരണങ്ങൾ മനഃപ്പാഠമാക്കുകയാണ്. പാണിനിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വ്യാകരണ നിയമങ്ങൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആചാര്യസ്വാമികൾ സംസ്കൃതത്തിനെതിരല്ല, വ്യാകരണത്തിനെതിരല്ല, ശാസ്ത്രത്തിനെതിരല്ല, ഒരു സമ്പ്രദായത്തിനും അദ്ദേഹം എതിരല്ല. പക്ഷെ ഇവിടെ വെച്ച് ഈ പ്രായത്തിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി തികച്ചും അർത്ഥശൂന്യമാണെന്നും മരണത്തിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങൾ അങ്ങേയറ്റം വിലപിടിച്ചതാണെന്നും മരണമാണ് ജീവിതത്തിൻ്റെ ഉരകല്ലെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ആചാര്യസ്വാമികളിൽ നിന്നും ഉതിർന്ന 12 ശ്ലോകങ്ങളാണ് വാസ്തവത്തിൽ മോഹമുദ്ഗരം. 12 ശ്ലോകങ്ങളാണ്. പിന്നീടാണ് അത് 33 വിപുലീകരിച്ചത്. ഓരോ ശിഷ്യന്മാരും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പം ആദ്യം തന്നെ ആ ശ്ലോകമാണ്, ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഗ്രൻകരണേ. ഭജ ഗോവിന്ദം മൂഢമതേ എന്നാണ് തുടങ്ങുന്നത് തന്നെ. നമ്മളെ വിളിക്കുന്നത് തന്നെ മൂഢമതേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആചാര്യസ്വാമികൾ തികച്ചും വ്യത്യസ്തമായൊരു മാനസിക നിലയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത്രയൊന്നും റിഫൈൻഡ് ആയിട്ടുള്ളൊരു സമീപനമോ ഭാഷയോ അല്ല അദ്ദേഹത്തിൻ്റേത്. റിഫൈൻഡാണ്, അതായത് സംസ്കൃതം തന്നെയാണ്. പക്ഷേ നമ്മളെ പ്രഹരിക്കുക, നമ്മളിരിക്കുന്നിടത്ത് നിന്ന് നമ്മളെ പിടിച്ച് കുലുക്കുക എന്നുള്ള ഉദ്ദേശം അതിനുണ്ട്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ളൊരു സാധകനുണ്ട്. അദ്ദേഹം ഒരു സന്യാസി കൂടിയാണ്. അദ്ദേഹം അവധൂത പരമ്പരയിൽ നിന്നാണ് സന്യാസം എടുത്തത്. ഞാൻ അങ്ങനെ അധികം കേട്ടിട്ടില്ല. അവധൂത പരമ്പരയിൽ നിന്ന് സന്യാസം ലഭിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇദ്ദേഹം പറയുന്നത് അദ്ദേഹം അവധൂത പരമ്പരയിൽ നിന്ന് ദീക്ഷിതനായി എന്നാണ്. അവധൂതർ അപ്രകാരം ചെയ്യാറുണ്ടോയെന്നൊന്നും അറിയില്ല. ഏതായാലും അങ്ങനെയാണ്. അദ്ദേഹം തൻ്റെ അനുഭവങ്ങൾ അങ്ങനെ എപ്പോഴും ഒന്നും പറയാറില്ല. പക്ഷെ ഒരിക്കൽ ഞങ്ങൾ മാത്രമുള്ള സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും കഠിനമായ ഒരു സന്യാസമാണത്. അവധൂതർ അങ്ങനെ സന്യാസം നൽകാറില്ല. അതൊരു പ്രത്യേക അവസ്ഥയിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ, അപൂർവമായിട്ട് അത് സംഭവിക്കുകയുള്ളൂ. പറയുന്നത് ഈ അവധൂതനോടൊപ്പം ഉണ്ടായിരുന്ന വർഷങ്ങൾ, ഈ ഉണ്ടായിരുന്ന വർഷങ്ങൾ അതീവ കഠിനമായിരുന്നു എന്നാണ് പറയുന്നത്. സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മർദ്ദനങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. കൈകൊണ്ടല്ലാട്ടെ, ശാരീരികമായ മർദ്ദനങ്ങളല്ല, മാനസികമായ മർദ്ദനങ്ങളായിരുന്നു ഏറ്റുവാങ്ങേണ്ടി വന്നത്. മലയാളിയായിരുന്നു ആ അവധൂതൻ, മലയാളിയാണ്. ശാരീരികമായ മർദ്ദനങ്ങൾ, മാനസികമായ മർദ്ദനങ്ങൾ, അത് പലപ്പോഴും ശകാര പദങ്ങൾ, നമ്മൾ തെറി എന്നൊക്കെ പറയുന്ന ശകാര പദങ്ങൾ മാത്രമായിരുന്നു ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ആലോചിച്ച് നോക്കൂ, നമുക്ക് ഗുരു, ശിഷ്യൻ, ആശ്രമം, സന്യാസം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു ചിത്രമുണ്ട്. കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന, അല്ലേ, അഹൈതുക കൃപാസിന്ധുവായിട്ടുള്ള ആചാര്യൻ, ആ ആചാര്യൻ്റെ മുമ്പിൽ നമ്മൾ സാഷ്ടാംഗം നമസ്കരിച്ച് അങ്ങനെ ഒരു രീതിയേ ആയിരുന്നില്ല. അത് വളരെ കഠിനമായിട്ടുള്ള
അദ്ദേഹം പറയണ അത്രയും മോശപ്പെട്ട വാക്കുകളാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത് ആ വർഷങ്ങൾ മുഴുവനും. പക്ഷേ അതിനിടയിലൂടെയാണ് സത്യം എന്നിലേക്ക് കടന്നു വന്നത്. ആ ഏറ്റവും മോശപ്പെട്ട വാക്കുകൾക്കിടയിലൂടെയാണ് സത്യം എന്നിലേക്ക് കടന്നു വന്നത്. കാര്യം അത്രയും ഒരു അർജൻസി ആ ഗുരുനാഥനിലുണ്ടായിരുന്നു. വളരെ സംസ്കൃതമായിട്ടുള്ള സംസ്കരിക്കപ്പെട്ട ഭാഷയിൽ സംസാരിച്ച് ചിത്തശുദ്ധി വന്ന് ഏകാഗ്രത വന്ന് മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് ഒഴുകി ഇറങ്ങുന്ന ഒരു കാല അവധിയൊന്നും അവിടെ എടുത്തിട്ടില്ല. പകരം അങ്ങേയറ്റം ക്രൂരമായ പരുഷമായ വാക്കുകളിലൂടെ ചാട്ടുള്ളി പോലെ ആ വാക്കുകൾ തുളഞ്ഞ് കയറിപ്പോയി. ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു പരിസരമായിരുന്നു അത്. പക്ഷെ അതിൽ നിന്നാണ് അദ്ദേഹം ദീക്ഷിതനായത്. അദ്ദേഹം ഒരുപാട് സ്വാനുഭൂതികളുള്ള ഒരു സാധകനാണ്, ഒരു സാധുവാണ്. അപ്പം ഇങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ രാമകൃഷ്ണദേവൻ്റെ പുസ്തകം വായിച്ചാൽ, നമുക്ക് രാമകൃഷ്ണ വചനാമൃതം വായിച്ചാൽ അതിൽ പലപ്പോഴും മോശപ്പെട്ട വാക്കുകൾ വരുന്നത് കാണാം. മലയാളത്തിൽ തന്നെ ശപ്പൻ, ശുംഭൻ ഇങ്ങനെയുള്ള വാക്കുകളാണ് കാണുന്നത്. പക്ഷേ വാസ്തവത്തിൽ അതിനേക്കാൾ മോശം വാക്കുകളായിരുന്നു അത്. രാമകൃഷ്ണ വചനാമൃതത്തിൻ്റെ 2ാം ഭാഗത്തിൽ രാമകൃഷ്ണദേവനെ നേരിട്ട് കണ്ട ഒരാളുടെ നറേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇതൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് മോശം വാക്കുകൾ വരും, വളരെ മോശപ്പെട്ട വാക്കുകൾ. ഗ്രാമങ്ങളിൽ മനുഷ്യർ താമസിക്കുന്ന അവർ പരസ്പരം ഉപയോഗിക്കുന്ന വാക്കുകളിലാണ് രാമകൃഷ്ണദേവൻ സംസാരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ചെത്തിമിനുക്കിയ പദാവലികളല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈനംദിനം മനുഷ്യരുപയോഗിക്കുന്ന ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യരുപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ സരസ്വതി വിലാസം അവിടെ അരങ്ങേറിയത്. അപ്പം ഇങ്ങനെ സംഭവിക്കും. ഭാഷയല്ല അവിടെ പ്രധാനം. ഏത് ഭാഷയായാലും അത് നമ്മളിലേക്ക് വരും. ഇപ്പം മൂഢമതേ എന്നുള്ള ആ സംബോധന തന്നെ 2 രീതിയിൽ കാണാം. ഒന്ന്, നമുക്ക് ഉണ്ടായ മൗഢ്യം, നമുക്കുണ്ടായ തെറ്റിദ്ധാരണ, അത് തികച്ചും സത്യമാണ്, വാസ്തവമാണ്. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്, അത് ഞാൻ വഴിയെ പറയാം. 2, അതൊരു ശകാര പദം തന്നെയായിട്ട് എടുക്കണം. നമ്മളെ അത് അസ്വസ്ഥപ്പെടുത്തണം. അദ്ദേഹം പറയുന്നത് ഭജ ഗോവിന്ദം, അതിനെ ഈശ്വരനെ ഭജിക്കൂ എന്നുള്ള ലളിതമായ അർത്ഥം എടുക്കാം. ഈശ്വരനെ ഭജിക്കൂ, ഈശ്വരനെ ഭജിക്കൂ, ഈശ്വരനെ ഭജിക്കൂ. 3 തവണയാണ് ഇത് പറയുന്നത്. ശരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ഈശ്വരനെ ഭജിക്കേണ്ടി വരുന്നത്? ഇതാണ് അവിടെ ഉണ്ടായ ഒരു ആദ്യത്തെ ചോദ്യം. എന്താണ് ഈശ്വരൻ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മൾ ഈശ്വരൻ്റെ തെളിവുകൾ ആണ് അന്വേഷിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള ആ അന്വേഷണത്തിൽ നമ്മൾ മരിച്ചു പോവുകയും നമ്മൾ ജീവിച്ചിരുന്നു എന്നുള്ള തെളിവ് ഇല്ലാതായി പോവുകയും ചെയ്യുന്നു. ഒരിക്കൽ ഒരു സാധുവിനോട് സംസാരിക്കുകയായിരുന്നു. ഒറ്റപ്പാലം രാമകൃഷ്ണാശ്രമത്തിൽ ഒരു സാധു വന്നു. ഞാൻ അന്നവിടെയുണ്ട്. ഞങ്ങളിരുന്ന് സംസാരിക്കുമ്പോഴാണ് ഈ ആശയം വന്നത്. ഈശ്വരൻ അന്ന് യുക്തിവാദികളുമായിട്ടൊക്കെ തല്ലുകൂടുന്നൊരു സമയമാണ്. അന്ന് ഞാൻ ചോദിച്ചു, ഈ സാധുവിനോട് ചോദിച്ചു, ഈശ്വരൻ ഉണ്ട് എന്നുള്ളതിന് തെളിവ് എന്താണെന്ന് ചോദിച്ചു. നമ്മൾ എങ്ങനെയാണ് അതിനെ കൗണ്ടർ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു, വർഷങ്ങൾക്ക് മുമ്പ്. ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചോദ്യം വരികയില്ല. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാചകം, ആ സാധു, എനിക്ക് പേര് പോലും അറിയില്ല, അദ്ദേഹം ഹിമാലയത്തിലുള്ളൊരു മലയാളി സാധുവാണ്. അദ്ദേഹം പറഞ്ഞത്, ഈശ്വരൻ്റെ തെളിവ് അല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്, നമ്മൾ ജീവിച്ചിരുന്നു എന്നുള്ളതിനെ കുറച്ച് കഴിയുമ്പോൾ എന്ത് തെളിവാണ് നമ്മൾക്കുള്ളത്? നമ്മളിവിടെ ഉണ്ട് എന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്? നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല, ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളിവിടെ ഉണ്ടാകുന്നില്ല. നമ്മളില്ലാത്ത രണ്ട് അനന്തതകൾ ഇവിടെയുണ്ട്. ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള ടൈം എന്തൊരു ഇൻഫിനിറ്റിയാണ്, ഞാൻ മരിച്ചതിന് ശേഷമുള്ള ടൈം ഇൻഫിനിറ്റിയാണ്. ഇതിന് മധ്യത്തിലാണ് എൻ്റെ എക്സിസ്റ്റൻസ്. അപ്പോൾ ഇതിനെന്ത് തെളിവാണ് ഉള്ളത്? ഇതിനെന്ത് ആധാരമാണ് ഉള്ളത്? ഇതിനെന്ത് ഉറപ്പാണുള്ളത്? ദൈവത്തിനാണോ തെളിവ് വേണ്ടത്, നമുക്കാണോ തെളിവ് വേണ്ടത്? ഈ ഒരു ചോദ്യം സത്യത്തിൽ എൻ്റെ ഏകദേശമുള്ള എല്ലാ കാഴ്ചപ്പാടുകളെയും പിടിച്ച് ഉലച്ചു കളഞ്ഞു. നമ്മളുടെ അസ്തിത്വമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ആധാരമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഈശ്വരന് തെളിവ് അന്വേഷിച്ച് പോവുകയല്ല വേണ്ടത് എന്നൊരു
ബോധ്യം ആ നിമിഷം ഉണ്ടായി. അത് തർക്കങ്ങൾക്കപ്പുറമാണത്. അവിടെ നമുക്ക് തർക്കിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഈശ്വരനെ ഭജിക്കുക എന്നുള്ളത് അതൊരു ഓപ്ഷനേ അല്ല. നമ്മളെ സംബന്ധിച്ച് അതൊരു ഓപ്ഷനല്ല. ഞാൻ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പറയുകയാണ്. ഈശ്വരൻ എന്നുള്ളതൊരു ഓപ്ഷനല്ല, അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു സത്യമാണ്. ഇപ്പോൾ ഞാൻ വേദാന്തം പഠിച്ചതാണെന്ന് കുറച്ച് മുമ്പ് അച്ഛൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ വേദാന്തത്തിൽ ഈശ്വരനെ കുറിച്ച് പറയുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ യുക്തിപരമായി എന്നെ സംതൃപ്തമാക്കുന്ന ഒരു വിശദീകരണമായിരുന്നു. കാര്യം ഈശ്വരൻ എന്ന് പറയുന്നത് നമുക്ക് അന്യനല്ല, ഈശ്വരൻ അകലെയുമല്ല. 3 പേരുകളാണ് പറഞ്ഞത് ഈശ്വരന്. 1 വിരാട്, 2 ഹിരണ്യഗർഭൻ, 3 ഈശ്വരൻ. അങ്ങനെ ദൈവത്തിന് 3 പേരുകളാണ് വേദാന്തം എനിക്ക് പറഞ്ഞു തന്നത്. 1 വിരാട് സ്വരൂപം. എന്താണ് വിരാട് സ്വരൂപം? വിവിധം രാജതേ ഇത് വിരാട്. നമ്മൾ ഈ കാണുന്നതെല്ലാം ഈശ്വരനാണ് എന്ന് ആദ്യം അതെന്നെ പഠിപ്പിച്ചു. വേദാന്തത്തിലെ ആദ്യം പഠിക്കുന്ന പാഠങ്ങളാണിത്. നമ്മൾ കാണുന്നതൊക്കെ ഈശ്വരനാണ്. അപ്പം ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചോട്ടെ, അമ്പലവും ദേവത എന്നുള്ള സങ്കല്പമൊക്കെ മാറ്റി വെക്കണം. നമ്മളിവിടെ ഈശ്വരനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്, ദേവതകളെ കുറിച്ചല്ല പറയുന്നത്, ഈശ്വരനെ കുറിച്ച്. അപ്പൊ കാണുന്നതെല്ലാം ഈശ്വരൻ. എന്തൊക്കെ നമുക്ക് ദൃശ്യമുണ്ടോ, എൻ്റെ ശരീരം ഉൾപ്പെടെ എന്തൊക്കെ നമുക്ക് ദൃശ്യമാണോ അതെല്ലാം ഈശ്വരനാണ്. വിരാട് സ്വരൂപം, വിവിധമായി വിരാജിച്ച് നിൽക്കുന്നതെല്ലാം ഈശ്വരനാണ്. അത് സത്യം പറഞ്ഞാൽ യുക്തിഭദ്രമായിട്ട് എനിക്ക് തോന്നി. 2 ഹിരണ്യഗർഭൻ. ഹിരണ്യഗർഭൻ എന്ന് പറയുമ്പോൾ അത് സട്ടിലാണ്, ഗ്രോസ് ആയിട്ടുള്ള ഒരു ഈശ്വരനെ കുറിച്ചാണ് ആദ്യം പഠിപ്പിച്ചത്. പിന്നീട് പറയുന്നു സൂക്ഷ്മമായൊരു ഈശ്വരനുണ്ട്, അതാണ് ഹിരണ്യഗർഭൻ. 3 ഈശ്വരൻ എന്ന് പറയുന്ന ആ സംവർഗം തന്നെ വരുന്നത്, ആ വാക്ക്, ആ പദം തന്നെ വരുന്നത്. 3 ഈശ്വരനാണ്. അത് കോസൽ ബോഡിയാണ്, കാരണമാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ കാരണമാണ്. ഇപ്പം എനിക്ക് ആ കാര്യം വ്യക്തമായി. സത്യത്തിൽ ഈ മുഴുവൻ കാണുന്ന ലോകം നമ്മുടെ ഈ ഗ്രോസ് ബോഡി പോലെ ഒരു സത്യമാണ്. ഇനി നമ്മുടെ ഉള്ളിലൊരു ഹിരണ്യഗർഭനുണ്ട്. എൻ്റെ വിരാട് രൂപം എന്ന് പറയുന്നത് ഇതാണ്. ഈ മുഖം, ശരീരം, കൈകൾ, കാലുകൾ, ഇതാണ് എൻ്റെ വിരാട് രൂപം. എൻ്റെ ഹിരണ്യഗർഭൻ എന്ന് പറയുന്ന അവസ്ഥ എന്താണ്? അത് ഞാൻ കാണുന്ന സ്വപ്നങ്ങളാണ്. സ്വപ്നാവസ്ഥയാണത്. ഇനി ഈശ്വരൻ എന്ന് പറയുന്ന അവസ്ഥ എന്താണ്? അതെൻ്റെ കാരണ ശരീരമാണ്. ഞാൻ അഗാധമായ നിദ്രയിൽ പോയി നിൽക്കുന്ന ഇടം. ഇതൊക്കെ സത്യമാണ് ആയതുകൊണ്ട് തന്നെ, ഇതൊക്കെ പ്രത്യക്ഷ അനുഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനോട് യുക്തിപരമായി കലഹിക്കാനേ സാധിച്ചില്ല. നമ്മൾ അഗാധമായ നിദ്രയിൽ ചെന്ന് തൊടുന്ന ആ തലമാണത്രേ ഈശ്വരൻ. അതായത് എനിക്ക് ഇങ്ങനെ 3 അവസ്ഥയുണ്ടെന്നുള്ളത് എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. എനിക്കൊരു ശരീരമുണ്ട്, എനിക്കൊരു മനസ്സുണ്ട്, എനിക്കൊരു അഗാധമായ നിദ്രയിൽ ഞാൻ പോയി നിൽക്കുന്ന മനസ്സുപോലും ലയിക്കുന്ന ഒരിടമുണ്ട്. ഇത്രയും എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. എനിക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെയാണ് ഈ പ്രപഞ്ചത്തിന് ഒരു ശരീരമുണ്ട്, പ്രപഞ്ചത്തിന് ഒരു മനസ്സുണ്ട്, പ്രപഞ്ചത്തിന് എല്ലാം പോയി ലയിക്കുന്ന ഒരു കാരണം ഉണ്ട്. അപ്പോൾ നേരെ കാണുന്നത് വിരാട് സ്വരൂപം, സ്വപ്നത്തിൽ സങ്കല്പിച്ചുണ്ടാകുന്നത് ഹിരണ്യഗർഭൻ, അഗാധമായ നിദ്രയിൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് ഈശ്വരൻ. അപ്പം എന്തുകൊണ്ട് നമ്മൾ ഈശ്വരനെ ഭജിക്കണം എന്നുള്ളത് ഇവിടെ ഒരു ഓപ്ഷൻ ആവുന്നില്ല. കാര്യം അതവിടെ ഉണ്ട്. പണ്ട് ടെൻസിങ്ങിനോട്, ഹിലാരിയോട് ചോദിച്ച പോലെ, നിങ്ങൾ എന്തുകൊണ്ട് എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ശ്രമിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഹിലാരി പറഞ്ഞത് എന്താണ്? ബിക്കോസ് ഇറ്റ് ഈസ് ദെയർ. അതവിടെ ഉണ്ട്. അതവിടെ ഉള്ളിടത്തോളം കാലം എനിക്കിവിടെ സ്വസ്ഥമായിരിക്കാൻ സാധിക്കില്ല. അതവിടെ ഉള്ളിടത്തോളം കാലം, അത് അചുംബിതമായി നിൽക്കുന്നിടത്തോളം കാലം എൻ്റെ ജീവിതത്തിന് ഒരർത്ഥവും ഉണ്ടായിരിക്കുകയില്ല. അതിൻ്റെ മുകളിൽ പോയി ചുംബിക്കാൻ വേണ്ടി, അതിൽ എൻ്റെ പാദം കൊണ്ട് സ്പർശിക്കാൻ വേണ്ടിയാണ് ഞാൻ കാത്തത്. എൻ്റെ ജീവിതം തന്നെ അതിനു വേണ്ടി ഞാൻ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നതെന്നാണ് എഡ്മണ്ട് ഹിലാരി പറഞ്ഞത്. എവറസ്റ്റിൻ്റെ മുകളിൽ കയറുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിത ഉദ്ദേശം തന്നെയായിരുന്നു. ഇതുപോലെ തന്നെ എന്തുകൊണ്ട് നമ്മൾ ഈശ്വരനെ ഭജിക്കണം എന്നുള്ള ചോദ്യം തന്നെ അവിടെ വരില്ല. കാര്യം എന്താണ്? ഈശ്വരൻ അവിടെ ഉണ്ട്. അതായത് നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ദൃശ്യപ്രപഞ്ചവും ആ പ്രപഞ്ചത്തിൽ ഒരു സൂക്ഷ്മ പ്രപഞ്ചവും അതിനൊരു കാരണപ്രപഞ്ചവും ഇവിടെ ഉണ്ട്. അതെല്ലാം നമ്മുടെ കോംപ്രിഹെൻഷന് പുറത്തായിട്ട് നിൽക്കുന്നു.
എനിക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ലത്. എനിക്ക് നിഷേധിക്കാൻ പറ്റണമെങ്കിൽ എനിക്കിതിനെ മുഴുവൻ അറിയാൻ കഴിഞ്ഞ് മാത്രമേ എനിക്ക് നിഷേധിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു അംശം മാത്രം അറിയുമ്പോൾ ബാക്കിയുള്ളതിന് മുമ്പിൽ എനിക്ക് നീൽ ഡൗൺ ചെയ്യാനേ പറ്റൂ, മുട്ടുകുത്തി നിൽക്കാനേ പറ്റൂ, ഹ്യൂമിലിറ്റിയോടുകൂടി, നമ്രതയോടുകൂടി നിൽക്കാനേ പറ്റൂ. അതാണ് സത്യസന്ധത, ബുദ്ധിപരമായ സത്യസന്ധതയാണത്. അതുകൊണ്ട് ഈശ്വരനെ ഭജിക്കൂ എന്ന് പറയുമ്പോൾ മറ്റൊന്നുമില്ല. അതല്ലാതെ എന്ത് ചെയ്യും നമ്മൾ? ഒരു ഈശ്വരൻ അവിടെ, മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഈശ്വരൻ അവിടെ ഉണ്ടായിരിക്കേണ്ടത് ഈശ്വരനേക്കാൾ നമ്മുടെ ആവശ്യമായിപ്പോയി. അതാണ് മറ്റൊരു സത്യം. ഈശ്വരൻ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഈശ്വരന്റെ പ്രശ്നമേ അല്ല, അത് എൻ്റെ പ്രശ്നമാണ്. ഞാൻ നിസ്സഹായനായി പോകുമ്പോൾ എനിക്ക് നിസ്സഹായനായേ പറ്റൂ. ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ നമ്മളതായിട്ടുണ്ട്. നിസ്സഹായനായി പോകുന്ന അവസ്ഥയിൽ ഒരു ഈശ്വരൻ വരും. ജീവിതത്തിലെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും കുട്ടിക്കാലത്ത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് അങ്ങനെ ഒരു ചിന്ത വന്നില്ലെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ലോകം നമുക്ക് എപ്പോഴും യെസ് എന്നുള്ള ഉത്തരമല്ല തന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാകും. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടും. അപ്പോൾ നമ്മൾ നിസ്സഹായമായി പോകുന്നൊരവസ്ഥ വരും. എൻ്റെ ഒരു അനുഭവത്തിൽ 20 വയസ്സിന് മുമ്പ് അത്തരം നിസ്സഹായതയെ ഞാൻ അഭിമുഖീകരിച്ചു. അവിടെ വെച്ചാണ് എൻ്റെ ശരിയായിട്ടുള്ള ആത്മാന്വേഷണം തുടങ്ങുന്നത്. അത്തരം നിസ്സഹായതകൾ, നമ്മളെ സഹായിക്കാൻ മനുഷ്യർക്ക് സാധിക്കുന്നില്ല, ഈ ലോകത്തിന് സാധിക്കുകയില്ല എന്നൊക്കെ തിരിച്ചറിയുന്നൊരു നിമിഷം നമ്മൾ തീർത്തും നിസ്സഹായമായി പോകുന്നൊരവസ്ഥയിൽ നമ്മൾ അറിയാതെ നമ്മൾ ആ ഒരു പ്രപഞ്ചത്തിൻ്റെ മടിത്തട്ടിലേക്ക് കയറി ചെല്ലും. നമുക്കൊരാധാരം വേണം. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നീൽ ഡൗൺ ചെയ്യാൻ നമുക്കൊരു ആധാരം വേണം. ഉറങ്ങാതെ നമുക്ക് എത്ര ദിവസം ഉണർന്നിരിക്കാൻ പറ്റും? കാര്യം ബോധം അത്ര വലിയ ഭാരമാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇപ്പം സൂര്യാസു എന്ന് പറയുന്ന ഒരു മദ്യപൻ ഉണ്ടായിരുന്നു അത്ര കേരളത്തിൽ, വലിയ ബുദ്ധിജീവിയായിരുന്നു. അദ്ദേഹത്തിനോട് എന്തിനു മദ്യപിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ എൻ്റെ ബോധത്തോട് നടത്തുന്ന സമരം ചെയ്യലായിരുന്നു എന്ന്. അദ്ദേഹം വലിയ ബുദ്ധിജീവിയാണ്, നാടകകൃത്തൊക്കെയാണ്. പക്ഷെ അദ്ദേഹം ബോധത്തോട് നടത്തുന്ന സമരമായിരുന്നു മദ്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ, അതുപോലെ ബോധം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഭാരമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഉറക്കം തന്നിരിക്കുന്നത് പ്രകൃതി. ഈ ബോധത്തിൻ്റെ ഭാരത്തിൽ നിന്ന് നമുക്ക് കുറച്ച് സമയം ഒരു മോചനം, അതാണ് ഉറക്കം, നിദ്ര. പക്ഷെ ആ നിദ്രയിൽ നിന്ന് വീണ്ടും പഴയ ബോധത്തിലേക്ക് തന്നെ നമ്മൾ വരും. അപ്പം നമുക്ക് ആ വലിയ ഭാരം നമുക്ക് താഴ്ത്തി വെച്ചേ പറ്റൂ. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമുക്ക് ചെന്നേ പറ്റൂ. ഇങ്ങനൊരു ഈശ്വരനുണ്ട്, നമ്മുടെ നിസ്സഹായാവസ്ഥയിൽ നമ്മളിലേക്ക് വരുന്നൊരു ഈശ്വരനുണ്ട്. ഇനിയൊരു ഈശ്വരനുണ്ട്. അത് ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലാണ് ഞാൻ കണ്ടുമുട്ടുന്നത്. അതെപ്പോഴാണ് അങ്ങനെ ഒരു ഈശ്വരൻ വരുന്നത്? നമ്മുടെ ഹൃദയം നിറഞ്ഞ് കവിഞ്ഞ് കൃതജ്ഞത എന്ന് പറയുന്നൊരു അവസ്ഥ വരും. കൃതജ്ഞത നിറയുമ്പോൾ നമ്മളിത് എവിടെ കൊണ്ട് ആരോട് പറയുന്നത്? അങ്ങനൊരവസ്ഥ നമ്മളിൽ വരും. അവിടെ നമുക്കൊരു ഈശ്വരനെ ആവശ്യമുണ്ട്. കാര്യം ഇത് നമ്മുടെ വളർച്ചയ്ക്കനുസരിച്ച്, നമ്മുടെ ദൃഷ്ടി വലുതാകുന്നതിനനുസരിച്ച്, വികസിക്കുന്നതിനനുസരിച്ചാണ് ഈ വിവിധ ഘട്ടങ്ങൾ വരുന്നത്. നമ്മൾ നിസ്സഹായമായി പോകുന്നത് 20 വയസ്സൊക്കെ മുമ്പാണെങ്കിൽ 30കൾക്ക് ശേഷമാണ് കൃതജ്ഞത വന്നു തുടങ്ങുന്നത്. കൃതജ്ഞത വന്നു തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മനുഷ്യർ, അവരുടെ ഇടപെടലുകൾ ഇല്ലായിരുന്നെങ്കിൽ, അവരുടെ നാടകീയമായിട്ടുള്ള പ്രവേശനങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഒന്നുമല്ലാതായി പോയേനെ. അങ്ങനൊരു തിരിച്ചറിവ് വരും നമ്മളിലേക്ക്. ഒരുപാട് മനുഷ്യരുടെ മുഖങ്ങൾ നമ്മളിലേക്ക് വരും. എല്ലാവരുടെയും സാന്നിധ്യം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിരുന്നു. അതില്ലായിരുന്നെങ്കിൽ നമ്മളുടെ ജീവിതം അസംബന്ധമായി പോയേനെ. അതോർക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഇങ്ങനെ തികട്ടി വരും. നമ്മളിലേക്ക് കൃതജ്ഞത ഇങ്ങനെ നുരഞ്ഞ് ഉയരും. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു നന്ദി പറയാൻ പോലും അവർ ജീവിച്ചിരിപ്പില്ല. അവർ ഈ ഭൂമുഖത്ത് ഉണ്ടാവണമെന്നില്ല. എല്ലാവരും ഒന്നും ജീവിച്ചിരിക്കുന്നവരോട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അതുപോലും പരിമിതമായിട്ട്. നമ്മൾ ചെന്ന് അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ തന്നെ. പക്ഷേ ഈ സകല കൃതജ്ഞതയും നമുക്ക് സമർപ്പിക്കാൻ നമുക്കൊരു ദൈവത്തെ ആവശ്യമുണ്ട്, ഒരു ഈശ്വരനെ ആവശ്യമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു വെളിച്ചം അതാണ്. ഈശ്വരൻ ഉണ്ടായിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമായിരുന്നു, ഈശ്വരൻ്റെ ആവശ്യമല്ല. അതിന് തെളിവ് അന്വേഷിക്കുന്നത് മൗഢ്യമാണ്.
എൻ്റെ ഉള്ളിലെ നിസ്സഹായ അവസ്ഥയും എൻ്റെ ഉള്ളിലെ സ്നേഹവും എൻ്റെ ഉള്ളിലെ കൃതജ്ഞതയുമാണ് ഈശ്വരൻ അവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ. ജലമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് എന്താണ്? ഈ പ്രപഞ്ചത്തിൽ ജലമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് എന്താണ്? ദാഹമാണ് തെളിവ്. ദാഹം മാത്രമാണ് തെളിവ്. അത് നമുക്ക് കാണേണ്ടതില്ല. വെള്ളത്തിൽ പോയി നമ്മൾ വെള്ളം എടുത്തുകൊണ്ട് വരേണ്ടതില്ല. അത് ഒഴുകിപ്പോയ ചാല് പോയി നോക്കേണ്ടതില്ല. അതിനെ നമുക്ക് എടുത്ത് ടെസ്റ്റ് ട്യൂബ് കൊണ്ട് പരിശോധിക്കേണ്ടതില്ല. വെള്ളം ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് എൻ്റെ അന്തർദാഹം മാത്രമാണ്. ദാഹം ഉണ്ടായതിന് അതിൻ്റെ പകുതിയാണ് ജലം. ദാഹമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ജലം ഒരു വിഷയമേ അല്ല. നമുക്കതിനെ മറക്കാം. പക്ഷെ ദാഹം പെരുകി 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 വരുമ്പോൾ ജലം മാത്രമായി തീരും നമ്മുടെ സത്യം. കുടിവെള്ളം മാത്രമായി തീരും നമ്മുടെ സത്യം. ഈ രീതിയിലാണ് നമ്മൾ ഈശ്വരനിലേക്ക് പോകേണ്ടത്. നമ്മുടെ ഉള്ളിൽ ഈ കൃതജ്ഞതയും ഈ സ്നേഹവും ഈ ഈശ്വര പ്രണിധാനവും വരുമ്പോൾ ആ അനുഭവം തന്നെയാണ് അതിൻ്റെ മറുപുറത്ത് ഈശ്വരനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ്. ദാഹം എങ്ങനെയാണോ ജലത്തെ സാധൂകരിക്കുന്നത്, അതുപോലെ എൻ്റെ ഉള്ളിലെ കൃതജ്ഞത, എൻ്റെ ഉള്ളിലെ സ്നേഹം, എൻ്റെ കണ്ണുനീര്, ഇതാണ് ഈശ്വരനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ്. രാമകൃഷ്ണദേവൻ പോലും അതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഈശ്വരനെ ഓർത്ത് കരയാൻ സാധിച്ചാൽ അതാണ്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ നിത്യപൂജകളൊക്കെ മാറ്റിവെക്കാം. ഈശ്വരൻ എന്ന് പറയുമ്പോൾ നിങ്ങളിൽ നിന്ന് കണ്ണുനീര് വരുന്ന ദിവസം നിങ്ങൾക്ക് ഈ പറയുന്ന ശാസ്ത്രോക്തമായിട്ടുള്ള സകല ആചാരങ്ങളും നിർത്താം. ഇപ്പോൾ ബന്ധം ഡയറക്റ്റായി. അതുവരെ ആ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുന്നത് വരെ മാത്രമേ മറ്റാചാരങ്ങൾക്ക് പ്രസക്തിയുള്ളൂ. അത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നേരിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ ഇതാ ഈശ്വരൻ. എന്തുകൊണ്ട് നമ്മൾ ഈശ്വരനെ അന്വേഷിക്കണമെന്ന് ചോദിക്കണതിൻ്റെ, എന്തുകൊണ്ട് ഈശ്വരനെ ഭജിക്കണം എന്ന് ചോദിച്ചാൽ ഇതാണ് രണ്ടാമത്തെ ഒരു എക്സ്പ്ലനേഷനായിട്ട് എനിക്ക് തോന്നുന്നത്. മൂന്നാമത്, ഈശ്വരൻ ജീവിതത്തിൻ്റെ സാരസർവസ്വം ആയിരിക്കുന്നു. ഈശ്വരൻ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു ആയിരിക്കുന്നു. ഇവിടെയും രാമകൃഷ്ണദേവൻ തന്നെയാണ് ആ ഉപമ, മനോഹരമായ ഉപമ പറയുന്നത്. രാമകൃഷ്ണദേവൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പല പല ഉപമകളുണ്ട്, എല്ലാം കൃത്യം, മർമ്മഭേദകമായിട്ടാണ് ഇതെല്ലാം വന്ന് എന്നിൽ തറച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ തൂണിൽ പിടിച്ചുകൊണ്ട് കറങ്ങിയാൽ നിങ്ങൾക്ക് കറക്കം ആസ്വദിക്കാൻ പറ്റും. തൂണിൽ പിടിക്കാതെ കറങ്ങിയാൽ നിങ്ങൾ നിലത്ത് വീഴും. ഇതായിരുന്നു ഈശ്വരനെക്കുറിച്ച് രാമകൃഷ്ണദേവൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. അതായത് ഈ ലോകമെന്ന് പറയുന്നത് ഒരു കറക്കമാണ്, അല്ലേ? നമ്മൾ കുട്ടിക്കാലത്ത് കറങ്ങാത്ത ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കുട്ടിക്കാലത്ത് ഒരുപാട് പമ്പരം പോലെ കറങ്ങി വീഴും. ആ വീഴൽ വേദനാജനകമാണ്, പക്ഷെ ഈ കറക്കം നല്ല രസമാണ്. പിന്നെ ഞങ്ങളുടെ അമ്പലത്തിലാണ് കളിക്കുക. അപ്പോൾ അമ്പലത്തിലൊരു തൂണുണ്ട്. ആ തൂണിൽ പിടിച്ചിട്ട് കറങ്ങും. പിടിച്ചിട്ട് കറങ്ങുമ്പോൾ നമുക്ക് ആ തൂണിൽ നിന്ന് വിടുകയില്ല ഞാൻ. പക്ഷേ ഈ കറക്കം ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് രാമകൃഷ്ണദേവൻ ഈ ഒരു ഉപമ പറഞ്ഞ നിമിഷം എനിക്കത് സെറ്റായി. കാര്യം എൻ്റെ കുട്ടിക്കാലത്ത് നമ്മൾ ധാരാളം തവണ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് തൂണിൽ പിടിച്ച് കറങ്ങുക, തൂണിൽ പിടിക്കാതെ കറങ്ങുക. തൂണിൽ പിടിക്കാതെ കറങ്ങിയാൽ വീഴും. ചിലപ്പോൾ തലയിടിക്കും, കാലിടിക്കും, നെഞ്ചിടിക്കും, എവിടെ വേണേൽ എന്ത് വേണേൽ സംഭവിക്കാം. പിടിച്ചിട്ട് കറങ്ങിയാൽ വീഴില്ല, പക്ഷെ കറക്കം ആസ്വദിക്കാൻ പറ്റും. രാമകൃഷ്ണദേവൻ പറയാണ്, നമുക്ക് പിടിക്കാൻ നടുക്ക് ഒരു സംഗതി വേണം. ഉറച്ചു നിൽക്കുന്ന ഒന്നിൽ മുറുക്ക് പിടിച്ചിട്ട് എത്ര വേണേ കറങ്ങിക്കും. ഇതാണ് ജീവിതം. സംസാരമാണ്. അതിൽ സം വിട്ട് സാരം എടുക്കൂ. ഇതാണ് രാമകൃഷ്ണദേവൻ പറഞ്ഞത്. സം വിട്ട് സാരം എടുക്കുക. സംസാരത്തിൽ സാരമുണ്ട്. സം വിടുക, സാരമെടുക്കുക പറയാൻ. അപ്പം നമുക്ക് പിടിക്കാൻ ഒരു അവലംബം ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ സർവസ്വ കേന്ദ്ര ബിന്ദുവാണ് ഈശ്വരൻ. അത് നമ്മുടെ അത്യഗാധമായ ഒരു പ്രണയ അനുഭൂതിയായി നിൽക്കണം, അനുഭൂതിയായി ജ്വലിച്ച് നിൽക്കണം. ബാക്കിയെല്ലാം അവിടേക്ക് രണ്ടാമതായി സൂപ്പർ ഇമ്പോസ് ചെയ്യപ്പെടുകയാണ്. പക്ഷെ ആദ്യം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മുടെ ബന്ധം ഈ പിടുത്തമാണ്. പിന്നീടാണ് നമ്മൾ കറങ്ങി തുടങ്ങുന്നത്. പിന്നെ രാമകൃഷ്ണദേവൻ പറയുന്ന മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത്, വലിയ വീട്ടിലെ വേലക്കാരിയെ പോലെ ജീവിക്കുക
ജാരനെ കുറിച്ച് ഓർക്കുന്ന സ്ത്രീയെ പോലെ ജീവിക്കുക. ഗംഭീരമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള ശരിക്കും ടീച്ചിങ്സുകളാണ് ഇതൊക്കെ. വളരെ ലളിതമായിട്ടാണ് പറയുന്നത്. പക്ഷേ തന്ത്രത്തിലേക്ക് അഗാധമായി പോയി തന്ത്രശാസ്ത്രത്തിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന ഉദാഹരണമാണ് സംഗതി ഇതൊക്കെ. പറയുന്നത് ഇപ്പം ശിവനും പാർവതിയും തമ്മിലുള്ള സംഭാഷണങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കണം. അദ്ദേഹം പറയുന്നത് നിങ്ങളൊരു ജാരൻ ഉള്ള സ്ത്രീ എങ്ങനെയാണോ കഴിയുക അതുപോലെ ജീവിക്കണം. എന്താണ് ഈ ജാരനുള്ള? ഇപ്പം നേരെ തിരിച്ചും കേട്ടോ, സ്ത്രീകൾക്ക് മാത്രമല്ല, ഒരു സ്ത്രീ രഹസ്യമായ ഒരു സ്നേഹബന്ധമുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, അതിനാണ് അദ്ദേഹം സ്ത്രീയാണോട് ഉദാഹരിച്ചതെന്ന് മാത്രം. അപ്പോൾ തൻ്റെ ഭർത്താവിന് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കണം. ഭർത്താവിന് ഭക്ഷണം കൊടുക്കണം. ഇത് ദയവ് ചെയ്ത് ആരും മറ്റു രീതിയിലൊന്നും വ്യാഖ്യാനിച്ച് കളയരുത്. രാമകൃഷ്ണദേവൻ 100-200 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കൊണ്ടുവന്ന ഒരു ഉദാഹരണമാണ്. അപ്പോൾ ആ സ്ത്രീ ഭർത്താവിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു, അല്ലേ? ധർമ്മങ്ങൾ, തൻ്റെ കടമകൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യത്തിലും ഒരു മുട്ടും വരുത്തുന്നില്ല. പിന്നെയോ, പക്ഷെ ഇവളുടെ മനസ്സ് എവിടെയാണ്? ഇവളുടെ രഹസ്യ കാമുകനിലാണ്. മനസ്സ് എപ്പോഴും ആ രഹസ്യ കാമുകനിലാണ്. പക്ഷേ ഭർത്താവിന് എല്ലാ ജോലിയും ചെയ്തു കൊടുക്കുന്നു. തൻ്റെ കടമകളിൽ അണുവിട പോലും വ്യത്യാസം വരുന്നില്ല. രാമകൃഷ്ണദേവൻ പറയാണ്, ഇവിടെ ജാരൻ എന്ന് പറയുന്നത് ഈശ്വരനാണ്, ഭർത്താവ് എന്ന് പറയുന്നത് സംസാരമാണ്. നമ്മുടെ സംസാര ജീവിതം അങ്ങനെ തന്നെ തുടരാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ എല്ലാ കടമകളും യാതൊരു വീഴ്ചകളും വരുത്താതെ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഹൃദയം എവിടെയാണ് പൊരുത്തിട്ടിരിക്കുന്നത്? അത് പ്രണയിച്ചിട്ടുള്ളവർക്കറിയാം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. നമ്മൾ എന്തൊക്കെ പ്രവൃത്തി ചെയ്യുമ്പോഴും, എവിടെ ആയിരിക്കുമ്പോഴും, ഏത് ആൾക്കൂട്ടത്തിനിടയിലായിരിക്കുമ്പോഴും, ഊണിലും ഉറക്കത്തിലും നമ്മുടെ മനസ്സെവിടെയായിരിക്കും? നമ്മുടെ എവിടെയാണോ നിധി അവിടെയാണ് എൻ്റെ ഹൃദയം എന്ന് പറയുന്നത് പോലെ, നമ്മുടെ നിധി എവിടെയാണോ അവിടെയായിരിക്കും നമ്മുടെ ഹൃദയം. നമ്മുടെ സ്നേഹം, നമ്മുടെ പ്രണയം എവിടെയായിരിക്കുമോ അവിടെയായിരിക്കും നമ്മൾ. പക്ഷേ പുറമേ നോക്കുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, കുളിക്കുന്നു, പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, എല്ലാം സ്വാഭാവികമായി നടക്കുന്നു. പക്ഷെ നമ്മുടെ ഹൃദയം ഇറ്റ്സ് വെഡ് ലോക്ക്ഡ് ആണ്. ഹൃദയം ആ വ്യക്തിയിൽ മാത്രമായി നിൽക്കും. ഇതിനെ ഈശ്വരനിലേക്ക് സബ്ലിമേറ്റ് ചെയ്യലാണ് സത്യത്തിൽ രാമകൃഷ്ണദേവനൊക്കെ അത്ര തന്നെ ചെയ്തിട്ടുള്ളൂ. പ്രണയം എന്നുള്ളതിനെ ഭക്തിയാക്കി മാറ്റി. മുഴുവൻ ലോകത്തോടുമുള്ള വിരാട് രൂപത്തോടുള്ള, ഹിരണ്യഗർഭനോടുള്ള, ഈശ്വരനോടുള്ള സ്നേഹബന്ധമാക്കി മാറ്റി. ഒരു വ്യക്തിയോടുള്ളതിനെ സകലത്തിലേക്കുമായിട്ട് ശതഗുണീഭവിപ്പിച്ചു, അതിനെ സങ്കലനം ചെയ്തു എല്ലാത്തിലേക്കും. അതാണ് ഭക്തി. ഒന്നിലേക്ക് മാത്രമാകുമ്പോൾ അത് പ്രണയം, എല്ലാത്തിലേക്കുമാകുമ്പോൾ അത് ഭക്തിയായി. അതാണ് രാമകൃഷ്ണദേവൻ്റെ മനോഹരമായ ഉപമ. ഒരു ജാരനുള്ള സ്ത്രീയെ പോലെ ജീവിക്കുക എന്ന് പറയും. വലിയ വീട്ടിലെ വേലക്കാരിയെ പോലെ ജീവിക്കുക. അവൾ ആ വീട്ടിലെ കുഞ്ഞിനെ ഉറക്കുന്നു, ഊണ് കൊടുക്കുന്നു, കുളിപ്പിക്കുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു. പക്ഷെ തൻ്റെ മനസ്സ് എവിടെയായിരിക്കും? തൻ്റെ വീട്ടിലുള്ള തൻ്റെ കുഞ്ഞിലായിരിക്കും. ഈ രീതിയിലാണ് ഈശ്വരനെ സ്നേഹിക്കേണ്ടത്. ഈശ്വരനെ സ്നേഹിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സംസാരം ത്യജിക്കേണ്ടതില്ല, ഇവിടുത്തെ ജോലികളിൽ നിന്ന് വിരമിക്കേണ്ടതില്ല. നമ്മുടെ മക്കളുടെ കാര്യം നമുക്ക് നോക്കാം. നമ്മളുടെ സഹധർമ്മിണി അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ ഇവരോടെല്ലാമുള്ള കടമകളും ധർമ്മങ്ങളും നിർവഹിക്കുമ്പോൾ ഇത് ഹൃദയമാണ്. ഇത് സൂഫികളോട് ചോദിക്കും, എന്താണ് ഈശ്വരൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ സൂഫി പറയും, നെഞ്ചിലെ ചൂടാണത്, ഖൽബിലെ ചൂടാണത്, ഖൽബിലെ തീയാണത്. അങ്ങനെ ഒരു തീ, ഒരു നെരിപ്പോട് നമ്മുടെ നെഞ്ചിൽ എരിയണം. അനുഭൂതിയുടെ ഒരു നെരിപ്പോട് എരിഞ്ഞുകൊണ്ടേയിരിക്കണം. അതാണ് ഈശ്വരൻ. അതിൻ്റെ അഭാവത്തിൽ നമ്മൾ ഉറഞ്ഞു പോകും. ശൈത്യമാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. മറ്റൊന്ന് സ്രഷ്ടാവാണ് ഈശ്വരൻ. ഇവിടെയാണ് സെമിറ്റിക് മതങ്ങളും ഹിന്ദു മതത്തിലെ ഈശ്വര സങ്കല്പവും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെയാണ് സെമിറ്റിക് മതങ്ങൾ അത് സ്രഷ്ടാവായി മാത്രം പരിമിതപ്പെടുത്തുന്നു. ഹിന്ദു മതത്തിൽ സ്രഷ്ടാവ് കൂടിയാണ്.
സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ അഭിന്ന നിമിത്ത ഉപാദാന കാരണം എന്നാണ് വേദാന്തത്തിൽ പറയുന്നത്. അതായത് ഒരു കുടം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ എന്താ പറയുക, ഉപാദാന കാരണം എന്ന് പറയുന്നത് അതിലെ മണ്ണും, നിമിത്ത കാരണം എന്ന് പറയുന്നത് ആ കുടം നിർമ്മിച്ച കുശവനും ആയിരിക്കുന്നത് പോലെ അത് രണ്ടും രണ്ടാണ്. പക്ഷേ ഈശ്വരനിൽ വരുമ്പോൾ അത് അഭിന്നമാണ്, അത് രണ്ടും ഒന്നാണ്. ആ മണ്ണും ആരാണോ, എന്തുകൊണ്ടാണോ അത് നിർമ്മിച്ചിരിക്കുന്നത്, ആരാണോ നിർമ്മിച്ചത്, ഇത് രണ്ടും ഒന്നാണ്. അതൊരു അനന്യമായിട്ടുള്ള ആശയമാണ്. അത് മനസ്സിലാക്കുക പോലും അസാധ്യമാണ്. എത്രയെത്ര ഉപമ പറഞ്ഞാൽ പോലും മനസ്സിലാക്കുക അസാധ്യമാണ്. പക്ഷെ അതാണ് സത്യം. അഭിന്ന നിമിത്ത ഉപാദാന കാരണം. ഈശ്വരൻ എന്ന് പറയുന്നത് സ്രഷ്ടാവാണ്, സൃഷ്ടിക്കുള്ള സാമഗ്രിയും അത് തന്നെയാണ്. അത് രണ്ടും ഒന്ന് തന്നെയാണ്. അത് പിന്നെ നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വിത്ത് മരമായി തീരുന്നത് എങ്ങനെയാണ്? ഒരു വിത്ത് എങ്ങനെയാണ് മരമായി തീരുന്നത്? വിത്ത് മരമായി തീരുമ്പോൾ വിത്ത് പിന്നില്ല, മരം മാത്രമേ ഉള്ളൂ. അതുപോലെയാണ് അത്രേ ഈശ്വരൻ പ്രപഞ്ചമായി തീരുന്നത്. ഈശ്വരൻ വിരാട് രൂപമായി തീരുന്നത് ഒരു വിത്ത് ഒരു വൃക്ഷമായി തീരുന്നത് പോലെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈശ്വരൻ എന്ന് പറയുന്നത് കാരണ ശരീരമാണ്, വിരാട് എന്ന് പറയുന്നത് സ്ഥൂല ശരീരമാണ്. ഈ പ്രപഞ്ചം സ്ഥൂല ശരീരമാണ് ഈശ്വരൻ്റെ. അപ്പം ഈശ്വരൻ ഈ പ്രപഞ്ചത്തിലേക്ക് ഒരു വിത്ത് പോലെ വീണഴിഞ്ഞു, പ്രപഞ്ചമായി പന്തലിച്ചു. ഇങ്ങനൊരു ഉദാഹരണം പറയാം, അഭിന്ന നിമിത്ത ഉപാദാന കാരണം. ഈശ്വരൻ സൃഷ്ടാവ് തന്നെയാണ്, പക്ഷേ സൃഷ്ടിക്കുള്ള സാമഗ്രി അത് തന്നെയാണ്, വേറൊന്നുമില്ല. പുറത്തുനിന്നൊന്നും എടുത്തിട്ടില്ല, പുറത്തുനിന്നൊന്നും എടുക്കാൻ സാധിക്കുകയുമില്ല, പുറത്തില്ല ഒന്നും. പിന്നൊരു ഉദാഹരണം പറയാം, ശിവന്റെ നൃത്തം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉദാഹരണങ്ങളിലൊന്നാണിത്. ശിവന്റെ നൃത്തവും നർത്തകനും. നർത്തകൻ നൃത്തം ചെയ്യുമ്പോൾ നൃത്തം മാത്രമേ ഉള്ളൂ, ആ ചലനം മാത്രമേ ഉള്ളൂ. നർത്തകൻ വാസ്തവത്തിൽ ആ നൃത്തത്തിൽ അപ്രത്യക്ഷമാവുകയാണ്. അതാണ് ശിവന്റെ നൃത്തം. ആ നൃത്തമാണ് ഈ പ്രപഞ്ചം. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഗംഭീരമായ പഠനങ്ങളോ ആസ്വാദനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് 90കളിൽ. അങ്ങനെയാണ് സേൺ എന്ന് പറയുന്ന ആ ശാസ്ത്ര സ്ഥലത്ത് നടരാജ വിഗ്രഹമൊക്കെ വരുന്നത്. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ മൂലകങ്ങളും എല്ലാ കണികകളും നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു, ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു, അത് ഹിന്ദുമതത്തിലെ ഈ നടരാജ സങ്കല്പവുമായിട്ട് ചേർന്ന് പോകുന്നു എന്നൊക്കെയുള്ള ഒരു ഒബ്സർവേഷനിൽ നിന്നാണ് അത് വരുന്നത്. എന്തായാലും ഒരു നൃത്തവും നർത്തകനും തമ്മിലുള്ള ബന്ധമാണ് ഈശ്വരനും പ്രപഞ്ചവും തമ്മിലുള്ളത്. നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നൃത്തമാണ് നമ്മളെല്ലാം, ഈശ്വരൻ്റെ നൃത്തമാണ്. ഈശ്വരൻ എപ്പോഴാണോ നൃത്തം, ആ നിമിഷം ഞാനില്ല, ഈശ്വരൻ മാത്രം. അവൻ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ചലനങ്ങളാണ് ഞാൻ, അവൻ കാണിക്കുന്ന മുദ്രകളാണ് ഞാൻ, അവൻ്റെ ഓരോ ആകൃതികളാണ് ഞാൻ, അവൻ സ്വീകരിക്കുന്ന ആകൃതികളാണ് ഞാൻ. അതല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ഒരു അസ്തിത്വമില്ല, എനിക്ക് സ്വന്തമായിട്ട് ഒരു അസ്തിത്വം അവിടെ അവകാശപ്പെടാനില്ല. തിരയും ആഴിയും തിരയും പോലെ അല്ലേ, കടലും തിരയും പോലെയാണ് ഈ സൃഷ്ടാവെന്ന് പറയുന്നത്. എന്താണ് ആഴിയും കടലും തമ്മിലുള്ള വ്യത്യാസം? അല്ല, ആഴിയും തിരയും തമ്മിലുള്ള ബന്ധം. തിര സാഗരത്തിൻ്റെതാണ്, സാഗരം തിരയുടേതല്ല. അത് രാമകൃഷ്ണദേവൻ പറയും. തിര ഗംഗയുടേതാണ്, ഗംഗ തിരയുടേതല്ല. അതുകൊണ്ട് തിരക്ക് അവിടെ വന്ന് അടിഞ്ഞില്ലാണ്ടായേ പറ്റൂ. അവിടെ വന്ന് ആ ഗംഗയിൽ തിരിച്ച് വന്ന് ലയിച്ചേ പറ്റൂ തിരമാലയ്ക്ക്. എങ്കിൽ മാത്രമേ അതിൻ്റെ വേദനകളും ദുഃഖങ്ങളും അവസാനിക്കൂ. തിരയായിട്ട് നിന്നുകൊണ്ട് അതിൻ്റെ അനാഥത്വം അവസാനിക്കുകയില്ല. ഏതോ ഒരു സിനിമയിൽ ഒരു വാചകമുണ്ട്, ഐ ഡോണ്ട് വാണ്ട് ടു ഡൈ ആസ് എ ഡ്രോപ്പ്. ഒരാൾ പറയാണ്, ഐ ഡോണ്ട് വാണ്ട് ടു ഡൈ ആസ് എ ഡ്രോപ്പ്. എനിക്കൊരു തുള്ളിയായിട്ട് മരിക്കണ്ട ഇങ്ങനെ. ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഡൈ ആസ് എ ഡ്രോപ്പ്, ത്രോ യുവർ സെൽഫ് ഇൻ ടു ദ ഓഷ്യൻ എന്നാണ് അവൻ്റെ കൂട്ടുകാരി പറയുന്നത്. നിനക്കൊരു തുള്ളിയായിട്ട് മരിക്കണ്ടെങ്കിൽ ത്രോ യുവർ സെൽഫ് ഇൻ ടു ദ ഓഷ്യൻ, നീ കടലിലേക്ക് നിന്നെ തന്നെ വലിച്ചെറിയൂ, എന്നിട്ട് ആ കടലായി തീരൂ എന്നാണ് പറയുന്നത്. ഇതാണ് ഈശ്വരൻ്റെ മറ്റൊരു, ഈശ്വരൻ സൃഷ്ടാവാണ്, നമ്മൾ സൃഷ്ടിയുമാണ്. സത്യമാണത്. സെമിറ്റിക് മതങ്ങൾ തരുന്നത് സത്യം തന്നെയാണ്. പാർശ്വവീക്ഷണമാണെന്ന് മാത്രം, ഭാഗിക വീക്ഷണമാണെന്ന് മാത്രം, പക്ഷെ സത്യമാണ്.
ആനയുടെ ഒരു ഭാഗമാണത്. സമഗ്രമായിട്ടല്ലെങ്കിൽ പോലും ആന തുമ്പിക്കൈയുണ്ട്, മുറം പോലെയുള്ള ചെവിയുണ്ട്, തൂണ് പോലെയുള്ള കാലുകളുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ പാർശ്വവീക്ഷണമാണ്, ഭാഗികമായിട്ടുള്ള വീക്ഷണമാണ്, എന്നാൽ അത് സത്യമാണ്, സൃഷ്ടാവാണ്. പക്ഷെ ഇങ്ങനെയാണ്. അവിടെ നമുക്ക് ഈശ്വരനെ മാതാവും പിതാവുമായി കരുതാനുള്ള ഒരു വലിയ സ്വാതന്ത്ര്യം കൈവരുന്നു. ഈശ്വരൻ അഭിന്ന നിമിത്ത ഉപാദാന കാരണമായ സൃഷ്ടാവാണെന്ന് അറിയുമ്പോൾ, ഭജഗോവിന്ദം എന്ന് പറയുന്നതിനകത്ത് ഈശ്വരനെ ഭജിക്കാൻ, ഈശ്വരൻ എൻ്റെ അമ്മയും അച്ഛനുമാണല്ലോ, ഈശ്വരൻ എൻ്റെ മാതാവും പിതാവുമാണല്ലോ എന്നുള്ള തിരിച്ചറിവും സ്വാതന്ത്ര്യവും നമുക്ക് കൈവരുന്നു. അങ്ങനൊരു ബന്ധവും ആവശ്യമാണ്. നമ്മുടെ സാധനാ ജീവിതത്തിൽ ഭഗവാനെ പിതാവായിട്ട് കാണണം, മാതാവായിട്ട് കാണണം. ഇപ്പം ശിവനും ശക്തിയും രണ്ടല്ല, മാതാവും പിതാവുമാണത്. ചില സമയത്ത് നമുക്കൊരു പിതാവിൻ്റെയും മാതാവിൻ്റെയും സാന്ത്വനം വേണ്ടേ? കുട്ടിക്കാലത്ത് അമ്മയുടെ കയ്യിലിരുന്ന് കരയും. എന്തിനാ നമ്മൾ കരഞ്ഞിട്ടുള്ളത്? നമ്മൾക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുക്കുമ്പോൾ, വൈദ്യൻ വന്ന് നമ്മളെ കുത്തിവെക്കുമ്പോൾ നമ്മൾ കരയും. അമ്മ കരയോ? ഇല്ല, അമ്മ ചിരിക്കും. ഈ ചിരിയുടെ അർത്ഥം നമുക്ക് മനസ്സിലാവുമോ? മനസ്സിലാവില്ല, അന്ന് മനസ്സിലാവില്ല. കുട്ടിക്കാലത്ത് 3 വയസ്സുള്ളപ്പോൾ 4 വയസ്സുള്ളപ്പോൾ നമുക്കെടുക്കുന്ന കുത്തിവയ്പ് നമ്മുടെ നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയും ഒരു കുഞ്ഞിനും ഇല്ല. അമ്മയുടെ കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞിന് തനിക്ക് കിട്ടുന്ന ഈ വേദന തൻ്റെ നന്മയ്ക്കാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയില്ല. പിന്നെ അതിനൊരു ആശ്വാസമുണ്ട്. എന്താണ്? അമ്മയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അമ്മയുടെ കയ്യിലിരിക്കുമ്പോഴാണ് ഈ വേദന വന്നത്. അമ്മയും കൂടെ പരോക്ഷമായിട്ട് ഇതിൽ പങ്കാളിയാണ്. ഇത്രയും കാര്യങ്ങൾ ആ കുഞ്ഞ് ഒബ്സർവ് ചെയ്തു. ഇനി ആ കുഞ്ഞ് എന്ത് ചെയ്യും? അമ്മയിൽ നിന്ന് അകന്നു പോവുമോ? ഇല്ലില്ല. ആ കുഞ്ഞ് എന്താ ചെയ്യാൻ പോണത്? അമ്മയെ കെട്ടിപ്പിടിച്ചാണ് കരയും. വേറെ എന്ത് ചെയ്യാൻ പറ്റും ആ കുഞ്ഞിന്? ആ കുഞ്ഞിന് ഈ വേദന തൻ്റെ നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല, ഓടി രക്ഷപ്പെടാനുള്ള ശക്തിയില്ല. അങ്ങേയറ്റം പരാധീനതയുള്ള ഒരു അവസ്ഥയാണത് ബാല്യം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എന്തുണ്ട്? നമുക്കൊരു അമ്മയുണ്ട്. ആ അമ്മയെ അങ്ങോട്ട് പൂണ്ടടക്കം പിടിച്ച് കെട്ടിപ്പിടിച്ച് മുറുക്കെ പിടിച്ച് പൊട്ടി പൊട്ടി കരയാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. അത് മതി. ദാറ്റ് ഈസ് ലിബറേഷൻ. അത് ലിബറേഷനാണ്. അത് നമുക്ക് തന്നിട്ടുള്ളത് അങ്ങേയറ്റത്തെ ലിബറേഷനാണ്. അങ്ങനെ കരയാൻ പറ്റുമ്പോൾ ഇത് തന്നെ നമുക്ക് ഇപ്പോഴും പറ്റൂ. ഇപ്പോഴും നമുക്ക് ജീവിതത്തിൽ വേദനകൾ വരുന്നില്ലേ? നഷ്ടങ്ങൾ വരുന്നില്ലേ? നികത്താനാവാത്ത നഷ്ടം. ഒരു പേക്കിനാവിന് പോലും പകരം, പേക്കിനാവിൽ പോലും നമ്മൾ കാണാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ലേ? അപ്പോൾ സ്വപ്നത്തിൽ നിന്ന് പലതവണ നമ്മൾ ഉണരാൻ ശ്രമിക്കുന്നത് പോലെ ജീവിതത്തിൽ നിന്ന് ഉണരാൻ ശ്രമിക്കുന്ന തരത്തിൽ ജീവിതം ദുസ്സഹമായി പോകാറില്ലേ? ഈ വേദനകളൊക്കെ നമ്മുടെ നന്മയ്ക്കാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ, നമുക്കല്ലെങ്കിൽ അങ്ങനെ ആശ്വസിക്കാൻ പറ്റും. പക്ഷെ നമുക്കവിടെ ചെയ്യാവുന്ന ഒറ്റ കാര്യമുള്ളൂ, കെട്ടിപ്പിടിച്ച് കരയാൻ മാത്രമേ പറ്റൂ. പ്രപഞ്ച പിതാവിൻ്റെ പാദങ്ങളിൽ, പ്രപഞ്ച മാതാവിൻ്റെ മടിത്തട്ടിൽ അള്ളിപ്പിടിച്ച്, അവളുടെ മാറിടത്തിൽ അള്ളിപ്പിടിച്ചിരുന്ന് കരയാനല്ലാതെ. അല്ലെങ്കിൽ അതല്ലേ നമ്മുടെ ഡെസ്റ്റിനി. ഒരു മനുഷ്യന് വേറെന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നന്മയ്ക്കാണ് ആ വേദന, സംശയമില്ല. എല്ലാ വേദനകളും, അത് റൂമി പറയുന്നുണ്ട്, ഏത് വേദനയാണ് നിന്റെ നന്മയല്ലാതായി തീർന്നിരിക്കുന്നത്? നീ തിരിഞ്ഞു നോക്കൂ. റൂമി പറയുകയാണ്, ഓരോ വേദന വരുമ്പോഴും നീ തിരിഞ്ഞു നോക്കണം, നിന്റെ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ഏത് വേദനയായിരുന്നു നിന്നെ നശിപ്പിക്കാൻ വന്നത്? ഒരു വേദനയും നിന്നെ നശിപ്പിച്ചിട്ടില്ല. പകരം ആ ഓരോ അനുഭവങ്ങളും നിന്നെ പെരുക്കുകയാണ് ചെയ്തത്, നിന്നെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്, അല്ലേ? എന്നിട്ട് റൂമി പറയാണ്, ഇഫ് ദാറ്റ് ഈസ് സോ, അത്രയും അങ്ങനെയാണെങ്കിൽ തുടർന്നും അങ്ങനെയാണെന്ന് കരുതുന്നതല്ലേ നമ്മുടെ മഹത്വം? അങ്ങനെ ഒരൊറ്റ വഴിയല്ലേ നമ്മുടെ മുമ്പിലുള്ളൂ. അതല്ലാതെ ഇതെന്നെ പൂണ്ടടക്കം നശിപ്പിക്കാൻ വന്ന ഒരു അശനിപാതമാണെന്ന് വിചാരിച്ചാൽ ജീവിച്ചിരിക്കെ ഞാൻ അനുഭവിക്കുന്ന നരകം അതായിരിക്കില്ലേ? നമുക്കൊരു ഈശ്വരൻ എന്തുകൊണ്ട് വേണമെന്ന് ചോദിച്ചാൽ ഇതാണ് അതിനുള്ള മറുപടി. നമുക്ക് വേദന വരുമ്പോൾ ആ വേദന നമ്മളുടെ ഭാവിയിലെ അനുഗ്രഹമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അസ്തിത്വത്തിൻ്റെ മാറിലേക്ക് വീണ് കരയുക, നമ്മുടെ എല്ലാ ഭാരങ്ങളും ഇറക്കി വയ്ക്കുക. അതിന് നമുക്കൊരു ഈശ്വരനെ വേണ്ടേ?
ഒരു ഈശ്വരനപ്പുറത്ത് വേണ്ടേ നമുക്കങ്ങനെ വീഴാൻ? വേണം, വേണം. എൻ്റെ ഇതുവരെയുള്ള ജീവിതം കൊണ്ട് പറയാണ്, വേണം. അപ്പോൾ ഒരു ഈശ്വരൻ അവിടെയും നമുക്ക് അനിവാര്യമായി മാറുകയാണ്. നമ്മുടെ ജീവിതത്തിനെ കോർത്തിണക്കുന്ന ഒരു ചരടാണിത്. ആ ചരടില്ലെങ്കിൽ മുത്തുമണികൾ പോലെ നമ്മൾ ചിതറിപ്പോവും. ആ ഒരൊറ്റ ചരടിൻ്റെ അഭാവത്തിൽ ഞാൻ ചിതറിപ്പോവും, ഛിന്ന ഭിന്നമായി പോവും. നമ്മളെ കോർത്തിണക്കുന്ന അദൃശ്യമായ ചരടാണ് നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്ത അനുഭവങ്ങളെ, നമ്മുടെ നന്മ, വ്യത്യസ്ത വേദനകളെ നന്മ എന്ന് പറയുന്ന, നമ്മുടെ ആത്യന്തിക നന്മ എന്ന് പറയുന്ന ഒരു ഒറ്റച്ചരടിൽ കോർത്തെടുക്കുകയാണ് ഈശ്വരൻ. അതാണ് ഞാൻ ഈ ക്ലാസ്സിന് ഇട്ടിരിക്കുന്ന പേര് തന്നെ അതാണ്, ലൈഫ് ഈസ് ക്രൂവൽ ഓൺലി ടു ബി കൈൻഡ്. നന്മയ്ക്ക് വേണ്ടി മാത്രം, മംഗളമായതിനു വേണ്ടി മാത്രം ഈ ജീവിതത്തിൻ്റെ നിർദ്ദയത്വം നമ്മൾ ഏറ്റുവാങ്ങിയേ പറ്റൂ. എന്നിട്ട് ഇത്രയും ആചാര്യം പറയുന്നത് 3 തവണ പറഞ്ഞു ഈശ്വരനെ ഭജിക്കാൻ. എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം അടുത്ത പാദത്തിലാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഗ്രിൻ കരണേ. സംസ്കൃത വ്യാകരണം മനഃപാഠമാക്കിക്കൊണ്ടിരുന്ന ഒരാളെ ചൂണ്ടിക്കൊണ്ടാണ് ആചാര്യ ഭഗവത്പാദർ അങ്ങനെ പറയുന്നത്. അദ്ദേഹം പറയാണ്, മരണസമയം വരുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ അറിവ് മാത്രം പോരാതെ വരും. അല്ലെങ്കിൽ ഇത്തരം അറിവിന് മരണവുമായി യാതൊരു ബന്ധവുമില്ല. മരണമെന്ന് പറയുന്ന ആത്യന്തികമായി നമ്മൾ ചെന്ന് ചേരുന്ന, നമ്മൾ ഫേസ് ചെയ്യുന്ന, നമ്മൾ അഭിമുഖീകരിക്കുന്ന ആ അനുഭവവുമായിട്ട് ഈ പറയുന്ന അറിവുകൾ, അതായത് മരണമാണ് ഉരകല്ല്. മരണമെന്ന ഉരകല്ലിൽ ഉരച്ചു നോക്കുമ്പോൾ ഏതൊക്കെയാണോ സ്വർണം, ഏതൊക്കെയാണ് ചെമ്പ് എന്ന് നമുക്ക് തെളിഞ്ഞു കിട്ടണം. അത് കിട്ടാനുള്ള ഒരേ ഒരു ഉരകല്ല് മരണം മാത്രമാണ്. അതാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. ആചാര്യസ്വാമികൾ എന്താണ് പറയുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ സ്വർണവുമുണ്ട്, ചെമ്പുമുണ്ട്, പരാവിദ്യയുമുണ്ട്, അപരാവിദ്യയുമുണ്ട്. ഒരു അറിവ് അപരാവിദ്യയാണോ പരാവിദ്യയാണോ എന്ന് എങ്ങനെ അറിയും? മരണം, ദ ലാസ്റ്റ് മൊമെന്റ്, അങ്ങനെ ഒരു സംഗതിയുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ദ ലാസ്റ്റ് ബ്രത്ത്, അവസാനമായിട്ട് നിങ്ങളൊരു ശ്വാസം എടുക്കുന്നു, ഇനിയില്ലത്. അങ്ങനെ ഒരു അവസാന ശ്വാസത്തിൻ്റെ നാളുകൾ വരും. അത് വരുമെന്നുള്ളത് ഉറപ്പാണ്. എപ്പം വരും എന്ന് അറിയുകയില്ല. വേണമെങ്കിൽ ഇപ്പം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ്, പക്ഷെ അത് വരും. ഒരു ലോജിക്ക് എന്ന് പറയുന്നത്, ഒരു യുക്തി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു കാര്യം ജീവിതത്തിൽ സംഭവിക്കുമെന്ന് 100% നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, 100% ഉറപ്പ് വേണം, അത് സംഭവിക്കുമെന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ അത് ഇപ്പോൾ സംഭവിച്ചതായിട്ട് കരുതിക്കും. അത് സംഭവിക്കണമെന്നില്ല, ഇറ്റ്സ് ഓൾറെഡി അത് സംഭവിച്ചതായിട്ട് നിങ്ങൾക്ക് കരുതാം. ഇതാണ് ആ ലോജിക്ക്. അങ്ങനെ പറയാൻ നമുക്ക് ഒറ്റ സംഗതിയേ ലോകത്തുള്ളൂ. ഉറപ്പായിട്ട് പറയാൻ നമുക്ക് എന്തേ ഉള്ളൂ? നമ്മുടെ ശ്വാസം ഒരു നാൾ നിലയ്ക്കും. അങ്ങനെ ഒരു അവസാന നിമിഷം ഉണ്ടെങ്കിൽ ഈ അറിവുകൾ അവിടെ എപ്രകാരമായിരിക്കും പ്രവർത്തിക്കുക എന്ന് ഉരച്ചു നോക്കാം. അതൊരു ഉരകല്ലാണ്. മരണം ഒരു ഉരകല്ലാണ്. ആ ഉരകല്ലിൽ ഏതാണോ സ്വർണം പോലെ തിളങ്ങുന്നത്, ആ അവസാന നിമിഷം ഏതാണോ സ്വർണം പോലെ തിളങ്ങുന്നത്, അതാണ് പരാവിദ്യ. ഏതാണോ തിളങ്ങാതെ പോയത്, ചെമ്പായിരിക്കുന്നത്, അതെല്ലാം അപരാവിദ്യയാണ്. ഇവിടെ വേദാന്തം തന്നെ അപരാവിദ്യയായി പോകും അത് അനുഭവിച്ചില്ലെങ്കിൽ. അത് വെറും ഒരു ശാസ്ത്രം മാത്രമാണെങ്കിൽ, ഒരു വാഗ്ജാലങ്ങൾ മാത്രമാണെങ്കിൽ വേദാന്തം തന്നെ അവിടെ റദ്ദാക്കപ്പെടും. മരണം എന്ന് പറയുന്ന ഉരകല്ലിൽ അനുഭവത്തിന് മാത്രമേ അങ്ങോട്ട് കടക്കാൻ പറ്റൂ. ലാസ്റ്റ് മൊമെന്റിൽ അനുഭവം, നമ്മുടെ അനുഭവ ശരീരം മാത്രമാണ് കടന്നു പോകുന്നത്. അനുഭവം മാത്രമേ നമുക്കിനി ഉള്ളൂ. മറ്റൊന്നും തന്നെ നമ്മളെ പിന്തുടരുന്നില്ല. അനുഭവിക്കാനുള്ളതാണ് ജീവിതം. അനുഭവമാണ് നമ്മുടെ പ്രമാണവും. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പം ആ മരണം വന്ന് നിൽക്കുമ്പോൾ, എല്ലാ ജീവികളിൽക്കും അത് വന്ന് നിൽക്കുമ്പോൾ നമ്മളത് ഒരു നിമിഷം പോലും മറന്നു പോകരുത്. അത് മറന്നുകൊണ്ടൊരു ജീവിതം ഇല്ല.
ഇപ്പം ആത്മീയമായ സാധന ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെളിച്ചം അതാണ്. മരണമെന്നുള്ള ഭയം അവസാനിക്കും, മരണമെന്നുള്ള ബോധം ആരംഭിക്കും. ഇപ്പോൾ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് മരണമെന്നുള്ള ബോധമില്ല, മരണമെന്നുള്ള ഭയം, ജന്തു സഹജമായ ഭയം മാത്രമുണ്ട്. തെറ്റൊന്നുമല്ല, അങ്ങനെയാണത്. ഭയത്തിൻ്റെ അങ്ങേ അറ്റത്താണ് അവബോധം. അതുകൊണ്ടാണ് സെമിറ്റിക് മതങ്ങൾ ഭയത്തിൽ ആരംഭിക്കുന്നത്. പേടിപ്പിക്കുന്ന ഒരു ദൈവത്തെ കൊണ്ടുവരുന്നത് ഭയമാണ്. ആദ്യത്തെ റെസ്പോൺസ് ഭയമാണ്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഓർ ഫ്രീസ്, ഇതാണ് നമ്മുടെ റെപ്റ്റീലിയൻ ബ്രെയിൻ ചെയ്യുന്നത്. ആദ്യത്തെ അനുഭവം ഭയമാണ്. അതുകൊണ്ടാണ് സെമിറ്റിക് മതങ്ങളൊക്കെ അത്തരം മനുഷ്യരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആ അവസ്ഥയാണ് അത് അഡ്രസ്സ് ചെയ്യുന്നത്. അത് ആ അവസ്ഥയിൽ അത് ശരിയുമാണ്. അപ്പം ഭയമാണ് ആദ്യം ഉണ്ടാകുന്നത്. ആ ഭയമാണ് പിന്നീട് അവബോധത്തിലാണ് അത് ചെന്ന് ചേരേണ്ടത്. മരണം എന്ന് പറയുന്ന അവബോധത്തിൽ അവസാനിക്കണം. അവബോധവും മരണഭയവും ഇത് രണ്ട് സംഗതികളാണ്. ശരിക്കും ചുടല നൃത്തം ചെയ്യുന്ന കാളിയും ശിവനും മരണ അവബോധമാണ്, മരണഭയമില്ല. ഭൈരവൻ, കാലഭൈരവൻ എന്ന് പറഞ്ഞാൽ മരണഭയമാണ് ഇല്ലാതാകുന്നത്. മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു ഈശ്വരനും പറ്റില്ല. മരണഭയത്തിൽ നിന്ന് രക്ഷിക്കും, മരണ അവബോധം നിങ്ങൾക്ക് നൽകും. അതാണ് കാലഭൈരവൻ, അതാണ് ചുടല നൃത്തം, ശിവന്റെ ചുടല നൃത്തം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈശ്വര സങ്കല്പമാണ് ഭഗവാൻ മഹാദേവൻ. അദ്ദേഹം ഇരിക്കുന്നത് ഭസ്മം പൂശി ശ്മശാന മധ്യയാണ്. എന്തൊരു ഗംഭീരമായ ദർശനമായിരുന്നു അത് നമ്മുടെ ഋഷിമാർക്കുണ്ടായത്. ശിവന്റെ ദേഹം മുഴുവൻ ഭസ്മം പൂശിയിരിക്കുകയാണ്, ഭസ്മാന്തം ശരീരം. അറിയണമെങ്കിൽ കാശിയിൽ പോകണം, മരണം എന്താണെന്ന് അറിയണമെങ്കിൽ കാശിയിൽ പോകണം. അവിടെ മരണത്തെ ആരും ഭയപ്പെടുന്നില്ല. അവിടെ മരണവും ജീവിതവും കൈകോർത്ത് നിൽക്കുന്നു. മണികർണിക ഘട്ടിൽ കാശിയിൽ മരണവും ജീവിതവും കൈകോർത്ത് നിൽക്കുന്നു. അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് അത് ആചാര്യസ്വാമികൾക്ക് അത് പറയാൻ പറ്റുന്നു. മരണമാണ് നിങ്ങളുടെ ഉരകല്ല്, സംപ്രാപ്തേ സന്നിഹിതേ കാലേ. ആ സമയം വരുമ്പോൾ അത് വന്നു കഴിഞ്ഞിരിക്കുന്നു, അത് വന്നതായി തന്നെ കരുതിക്കോളൂ. ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ ധരിച്ചതാണ് നിങ്ങളുടെ തെറ്റ്. ബുദ്ധൻ പറയുന്നുണ്ട്, യു തിങ്ക് യു ഹാവ് ടൈം. നിങ്ങൾക്ക് ഒരു പ്രശ്നമേ ഉള്ളൂ, യു തിങ്ക് യു ഹാവ് ടൈം. നമുക്ക് സമയമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ തെറ്റിദ്ധാരണ. ഇന്ന് ഈ ടോക്കിന് ശേഷം നമ്മളെല്ലാം ഉറങ്ങാൻ പോകും. ഒരു കണക്ക് പറയുന്നത് പിറ്റേ ദിവസം അതിൽ ഒരു 10 ലക്ഷം മനുഷ്യർ ഉണർന്നെഴുന്നേൽക്കില്ല എന്ന്. ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്ന ഈ 800 കോടി മനുഷ്യരിൽ 10 ലക്ഷം മനുഷ്യർ ഉറക്കത്തിൽ മരിച്ചിട്ടുണ്ടാവും. നാളെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ 10 ലക്ഷം കുറവായിരിക്കും. അപ്പോൾ മരണം അത്ര സാധാരണമായൊരു സത്യമാണ്. അതിനെ നമ്മൾ ദൈവമായി കാണണം, അവബോധമായി കരുതണം. മരണം നമ്മുടേതായാലും നമ്മുടെ പ്രിയപ്പെട്ടവരുടേതായാലും ദൈവം തന്നെയാണ്, അത് ഈശ്വരൻ്റെ സന്ദേശമാണത്. ഇപ്പോൾ ബാലകൃഷ്ണ സാറിൻ്റെ മകൻ മരിച്ചത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ബാലകൃഷ്ണ സാറിനെ അറിയാമല്ലോ. ശിവാരവിന്ദം എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ പ്രശസ്തമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ മരണമാണ് അതിലേക്ക് നയിച്ചത്. 7 വയസ്സിൽ തൻ്റെ മകൻ നമശിവായ നമശിവായ എന്ന് ജപിച്ചുകൊണ്ട് 3/4 മണിക്കൂറോളം നമശിവായ ജപിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു അരവിന്ദൻ്റെ നിശ്ചേതനമായ ശരീരവും എടുത്ത് നടക്കുമ്പോൾ, അവൻ്റെ ശരീരം സ്വന്തം കൈകളിലേന്തി നടക്കുമ്പോൾ തൻ്റെ ചോരയിൽ നിന്നുണ്ടായതാണ് അവൻ്റെ ശരീരമാണ് ചേതനയറ്റ് തൻ്റെ കൈകളിൽ കിടക്കുന്നത്. തകർന്ന ഹൃദയവുമായി ആ മനുഷ്യൻ നടക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തു, ഈ ജീവിതം മിഥ്യയാണ്, ജഗത്ത് മിഥ്യയാണ്, പക്ഷെ എന്താണ് സത്യമെന്ന് ഞാൻ കണ്ടെത്തും. അതിനാണ് ഇനിയുള്ള എൻ്റെ ഓരോ നിമിഷവും, അവശേഷിക്കുന്ന ആയുസ് ഞാൻ അതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു. അന്നെടുത്ത ശപഥം അവസാന നിമിഷം വരെ അദ്ദേഹം കൈവെടിഞ്ഞില്ല. അവസാനം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അങ്ങ് സത്യം കണ്ടെത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അവസാനം ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ പറഞ്ഞു, തെളിഞ്ഞ് കിട്ടിയിരിക്കുന്നു, സ്ഥിതപ്രജ്ഞത്വം എന്താണെന്ന് ഞാൻ അറിയുന്നു. ഇനി എനിക്ക് മരിക്കാം, സമാധാനമായി മരിക്കാം, എൻ്റെ ജീവിതം സഫലമായിരിക്കുന്നു എന്നാണ്
അദ്ദേഹം പറയുന്നത്. മരണം ഈശ്വരനാണ്. മരണം നമ്മളുടെ വളർച്ചയ്ക്കാണ്. മരണം നമ്മുടെ മാറ്റുരയ്ക്കലാണ്. ഇത് അല്ലാതെ ഞാൻ എന്താ പറയേണ്ടത്? മരണത്തിൽ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് ഓടി ഒളിക്കുന്നത്? മരണത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ സാധിക്കില്ല. കാര്യം അത് പുറത്തുനിന്നല്ല വരുന്നത്, അത് അകത്തുനിന്നാണ് വരുന്നത്. അത് അവിടെ ഉണ്ട്. നമുക്ക് ഒരിക്കലും അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മുടെ കോശങ്ങൾക്കുള്ളിലാണ് അത് ഒളിച്ചിരിക്കുന്നത്. കോശങ്ങളുടെ ഒരു നിശ്ചിത വിഭജനം കഴിഞ്ഞാൽ അത് വരും. അപ്പൊ അകത്തുനിന്ന് വരുന്ന ഒന്നിൽ നിന്ന് നമ്മൾ എങ്ങനെ ഓടി രക്ഷപ്പെടും? പുറത്തുനിന്ന് ഒരാൾ വന്നാൽ നമുക്ക് ഓടി രക്ഷപ്പെടാം. അതുകൊണ്ട് മഹാദേവൻ വന്ന് നമ്മളെ രക്ഷിക്കാൻ പോകുന്നത് മരണത്തിൽ നിന്നല്ല, മരണഭയത്തിൽ നിന്നാണ്. താരക മന്ത്രം എന്ന് പറയുന്നത് അത്രയും സ്നേഹത്തോടു കൂടിയാണ് വരുന്നത്. നമ്മുടെ കാതിൽ പറഞ്ഞു തരും, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു തരും. അതാണ് താരകാമന്ത്രം. താരകാമന്ത്രം എന്താണെന്ന് ആർക്കും അറിയില്ല വാസ്തവത്തിൽ. ഓരോ മനുഷ്യർക്കും അത് ഓരോന്നാ. ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൽ എവിടെ തൊടണം എന്ന് അദ്ദേഹത്തിനറിയാം, മഹാദേവനറിയാം. ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ സാരസർവസ്വമായ വാക്കായിരിക്കും താരകാമന്ത്രം മരണസമയത്ത് ആ കാതിൽ വന്ന് മന്ത്രിക്കുന്നത്. അല്ലാതെ ഒറ്റ മന്ത്രമല്ല അത്. കേട്ടിട്ടില്ലേ താരകാമന്ത്രം ജപിച്ച് നമ്മളെ മോചിപ്പിച്ചു എന്ന്? കാശിയിൽ വെച്ച് മരിക്കുന്നവരെ. അത് സ്നേഹമാണത്, മന്ത്രണമാണത്. മഹാദേവന് മാത്രം സാധിക്കുന്ന ഒന്ന്. അദ്ദേഹം നമ്മുടെ കാതിൽ വന്ന് നമ്മുടെ മുഴുവൻ ജീവിതത്തെയും നോക്കിക്കണ്ട് ഏതാണോ എൻ്റെ ലിബറേഷന്, ഏതാണോ എൻ്റെ മോചനത്തിന് ഉതകുന്നത് ആ വാക്ക് ഉച്ചരിക്കും. മരിക്കുന്നതിന് മുമ്പ് ഈ കാതിൽ അത് മുഴങ്ങിയിരിക്കും. അവസാന ശ്വാസം കൊഴിഞ്ഞു വീഴുന്നതിന് മുമ്പ് ഈ കാതിൽ ആ താരകാമന്ത്രം കേട്ടിരിക്കും എന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കണം. അതാണ് ഈശ്വരൻ. അല്ലാതെ നമുക്കൊന്നും ഒരു അസ്തിത്വമില്ല ഇവിടെ. ജീവിതത്തിൻ്റെ പകുതി കടന്നു പോയിരിക്കുന്നു. ഇനി നമ്മൾ കാണുന്നത് ജനിച്ച തീരമല്ല, മരിക്കാൻ പോകുന്ന തീരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനിച്ച തീരം എവിടെയോ, കുട്ടിക്കാലം എവിടെയോ പോയി മറിഞ്ഞു. ഒരു മനോഹരമായ ബാല്യം അവിടെ ഉണ്ടായിരുന്നു. അതെവിടെയോ പോയി മറിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ അവസാന തീരങ്ങളാണ്. അതിലേക്കാണ് നമ്മുടെ യാത്ര. ആ തീരത്തേക്കാണ്, ആ തീരമാണ് നമ്മളിൽ തെളിഞ്ഞു കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ. എനിക്കിത്രേ പറയാൻ പറ്റൂ. ലാസ്റ്റ് വേർഡ് പറയാൻ ആചാര്യസ്വാമികൾക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ താരകാമന്ത്രം കേൾക്കാൻ എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാശിയിൽ ഒരു മണ്ണാങ്കട്ടയും കരിയിലയുമായിട്ട് ജീവിതം സമ്പൂർണ്ണമാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇനി നിങ്ങൾക്കുള്ള സമയമാണേ. നമ്പർ തരാൻ പറയണേ, നമുക്ക് വിട്ടു പോകുന്നതിന് മുമ്പ്. നമ്മുടെ ഗ്രൂപ്പിൽ ഇതുവരെ